Hi, hello all, welcome to my YouTube channel. Next literary criticism നമുക്ക് ഇൻട്രൊഡക്ഷൻ പാർട്ടൊന്ന് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് ലിറ്ററി ക്രിറ്റിസിസം? ലിറ്ററി ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ ആർട്ടിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലിറ്ററി ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അതും ഒരു ആർട്ടാണ്. അതായത് ആർട്ട് ഓഫ് ഇൻ്റർപ്രറ്റിംഗ് ആർട്ടിനെയാണ് നമ്മൾ ലിറ്ററി ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ഓതറും റീഡറും തമ്മിലുള്ള ആ ഒരു ഇൻ്റർമീഡിയറി കണക്ഷൻ ഉണ്ടല്ലോ, അതിനെയും നമ്മൾ എന്തെന്ന് പറയാം? ലിറ്ററി ക്രിറ്റിസിസം എന്ന് പറയാം. അതായത് ഇൻ്റർമീഡിയറി ബിറ്റ്വീൻ ദി ഓതർ ആൻഡ് ദ റീഡർ ബൈ എക്സ്പ്ലെയിനിങ് ദ വൺ ടു അനദർ. അതായത് റീഡർ എന്താണെന്ന് ഓതറിൻ്റെ അടുത്ത് പറയുകയും ഓതർ എന്താണെന്ന് റീഡറിൻ്റെ അടുത്ത് പറയുകയും ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ഇതാണ് ലിറ്ററി ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ഫംഗ്ഷൻ ഓഫ് ക്രിറ്റിസിസം എന്ന് പറയുന്നത് ജഡ്ജ്മെൻറ്റും ഇവാലുവേഷനുമാണ്. ജഡ്ജ്മെൻറ്റിന് വേണ്ടിയും നമ്മളൊരു വർക്ക് ഇവാലുവേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയാണ് ലിറ്ററി ക്രിറ്റിസിസം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, മാത്യു ആർണലിനെ സംബന്ധിച്ചിടത്തോളം ക്രിറ്റിസിസം എന്ന് പറയുന്നത് എന്താ പറയുക, പുതിയ കാര്യങ്ങൾ പഠിക്കാനും ആ പഠിച്ച കാര്യങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്യാനും, അതായത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്യാനുമുള്ള ഒരു എൻഡവറാണ് എന്തെന്ന് പറയുന്നത്, ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ബെസ്റ്റ് ഐഡിയാസ് എപ്പോഴും പ്രിവെയിൽ ചെയ്ത് നിർത്താനുള്ളൊരു ടെൻഡൻസിയാണ് നമ്മുടെ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ആൻഡ് ഈ ഐഡിയാസ് സൊസൈറ്റിയിൽ റീച്ച് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ ഗ്രോത്ത്, അതായത് സൊസൈറ്റിയും അതുപോലെ തന്നെ സൊസൈറ്റിയുടെ ഓരോ എലിമെൻസും എന്ത് പറ്റും എന്നാണ് പറയുന്നത്, ഗ്രോ ചെയ്യും. അപ്പോൾ ക്ലാസിക്കൽ ക്രിറ്റിസിസവും റൊമാൻറ്റിക് ക്രിറ്റിസിസവും ആണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. ക്ലാസിക്കൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത് റിനസൻസിനെക്കാട്ടിലും ഓൾഡർ വ്യൂ ആണ്. അതായത് ക്ലാസിക്കൽ എന്ന് കേൾക്കുമ്പോഴറിയാലോ, ഒരു കൈൻഡ് ഓഫ് ട്രഡീഷണൽ അല്ലെങ്കിൽ ഏൻഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഐഡിയ ആണ് ക്ലാസിക്കൽ ക്രിറ്റിസിസം. ക്ലാസിക്കൽ സ്റ്റാൻഡ് പോയിന്റിനെ നമ്മൾ ഡോഗ്മാറ്റിക് എന്നും വിളിക്കാറുണ്ട്, ആ ഒരു ക്ലാസിക്കൽ വ്യൂവിനെ. പിന്നെ ഇപ്പോൾ ക്ലാസിക്കൽ എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ ഫുൾ ആലോചിക്കേണ്ട ഒരു കാര്യം റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നതായിരിക്കും. ഒരു യൂണിഫോം സ്റ്റാൻഡേർഡ് ക്ലാസിക്കൽ ക്രിറ്റിസിസത്തിന് കാണും. അതായത് ഒരു വർക്കിനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഒരു സ്റ്റാൻഡേർഡ് കാണും, അവർക്ക് തന്നെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാണും. പിന്നെ അപ്പോൾ ക്രിറ്റിസിസത്തിന് ഊന്നൽ കൊടുത്തിട്ടായിരിക്കും കൂടുതലായിട്ടും ഇവർ ചെയ്യുന്നത്. അതായത് ഈ അരിസ്റ്റോട്ടിലിൻ്റെ പിന്നെ ഈ ബാക്കിയുള്ള ക്രിറ്റിക്സ് ഉണ്ടല്ലോ, പ്ലേറ്റോ, അവരുടെയൊക്കെ ഇത് ക്രിറ്റിസിസം ഒക്കെ നോക്കിയിട്ടായിരിക്കും റൂൾസ് റെഗുലേറ്റ് ചെയ്ത് ഒരു വർക്ക് ഓഫ് ആർട്ടിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നത്, ക്രിറ്റിസിസം നടത്തുന്നത്. ഓക്കെ, ക്ലാസിക്കൽ ക്രിറ്റിസിസം എന്താണ് അഡ്വക്കേറ്റ് ചെയ്യുന്നത്? ഒരു കൈൻഡ് ഓഫ് റൈറ്റ് ജഡ്ജ്മെൻ്റ് ആണ്. റൈറ്റ് ജഡ്ജ്മെൻ്റ് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുകയുള്ളൂ ആ വർക്ക്, അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ ആ വർക്ക്. യൂറോപ്പിലാണ് 16th, 17th ആൻഡ് 18th സെഞ്ചുറീസിലാണ് ക്ലാസിക്കൽ ക്രിറ്റിസിസം പ്രിവൈൽ ചെയ്തത് അല്ലെങ്കിൽ ഡോമിനേറ്റ് ചെയ്തത്. എപ്പോഴും സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ കുറച്ച് കൺവെൻഷൻസ്, ഇതിനെ രണ്ടിനെയും ബേസ് ചെയ്തിട്ടാണ് ക്ലാസിക്കൽ ക്രിറ്റിസിസം ഹാപ്പൻ ചെയ്യുന്നത്. അടുത്തത് റൊമാൻറ്റിക് ക്രിറ്റിസിസം ആണ്. റൊമാൻറ്റിക് ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിറ്റിസിസം ടുഗദർ വിത്ത് ലിറ്ററേച്ചർ. അതായത് ആ ഒരു എന്താ പറയുക, ക്ലാസിക്കൽ അതോറിറ്റിക്ക് എതിരെയായിട്ട് വന്നതാണ് റൊമാൻറ്റിക് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അപ്പോൾ റൊമാൻറ്റിക് ക്രിറ്റിസിസം ഫ്രഞ്ച് റവല്യൂഷനോട് കൂടിയാണ് എൻ്റർ ചെയ്തത് ആ സീനിൽ. റൊമാൻറ്റിക് ക്രിറ്റിസിസം ബിലീവ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യുവർ എൻജോയ്മെൻറ്റ് ഓഫ് ലിറ്ററേച്ചർ, അതാണ് ഏറ്റവും വലിയ രീതിയിലുള്ള ക്രിട്ടിക്കൽ ഫാക്കൽറ്റി എന്ന് പറയുന്നത്. ലിറ്ററേച്ചർ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് വായിക്കുക. റൊമാൻറ്റിക് ക്രിറ്റിസിസം വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്, വളരെ പേഴ്സണൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ക്രിട്ടിക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൺലി കൺസേൺഡ് വിത്ത് എക്സ്പ്രസിങ് അദ്ദേഹത്തിന് എന്താണോ തോന്നിയത് ആ വർക്ക് ഓഫ് ആർട്ട് വായിച്ചിട്ട്, അല്ലെങ്കിൽ വർക്ക് ഓഫ് ആ ലിറ്ററേച്ചർ വായിച്ചിട്ട്, ആ ലിറ്ററി വർക്ക് വായിച്ചിട്ട് അദ്ദേഹത്തിന് എന്താണോ തോന്നിയത് അത് മാത്രമാണ് അദ്ദേഹം എക്സ്പ്രസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സബ്ജക്റ്റീവ് അല്ലെങ്കിൽ പേഴ്സണൽ എന്ന് പറയുന്നത്. ബാക്കി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത്, അതായത് ഈ സെയിം വർക്കിനെ കുറിച്ച് വേറെ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടില്ല, അത് കൊള്ളില്ല എന്ന് പറഞ്ഞാലും ഇദ്ദേഹം മൈൻഡ് ചെയ്തില്ല. വാട്ട് ഹി ഹിംസെൽഫ് ഹാഡ് ഫെൽറ്റ് ബൈ റീഡിങ് ദിസ് ബുക്ക്, അതാണ് ഇദ്ദേഹം ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ഒരു പുതിയ വർക്ക് വായിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തൊക്കെ സെൻസേഷൻസ് ആണ് ഫീൽ ചെയ്തത്, ആ വർക്ക് ഇദ്ദേഹമായിട്ട് എന്തൊക്കെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ റീഡേഴ്സിൻ്റെ അടുത്ത് ഈ റൊമാൻറ്റിക് ക്രിറ്റിസിസം എന്നുള്ള ആ ഒരു റൊമാൻറ്റിക് ക്രിറ്റിക്സ് പറയുന്നത്. അപ്പോൾ ആർട്ടിസ്റ്റ് വളരെ ട്രൈ ചെയ്തു, ആൻഡ് ആ ആർട്ടിസ്റ്റ് എത്രമാത്രം സക്സീഡ് ചെയ്തു എന്നുള്ളതാണ് റൊമാൻറ്റിക് ക്രിറ്റിസിസത്തിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. അതാണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി പ്ലേറ്റോ എങ്ങനെയാണ് ഒരു ലിറ്ററി ക്രിറ്റിക് ആകുന്നത്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ പ്ലേറ്റോയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഏൻഷ്യൻറ്റ് ഗ്രീക്ക് ഫിലോസഫറാണ്. സോക്രട്ടീസിൻ്റെ സ്റ്റുഡൻ്റ് ആണ് പ്ലേറ്റോ. പ്ലേറ്റോ അക്കാഡമി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അത് ഏതൻസിൽ ഇദ്ദേഹം തന്നെയാണ് ഫോം ചെയ്തത്. അരിസ്റ്റോട്ടിലും അവിടെ തന്നെയാണ് പഠിച്ചത്. ഫിലോസഫിക്കൽ ഡയലോഗ്സ് ഒക്കെ ഒരുപാട് എഴുതിയിട്ടുള്ള മനുഷ്യനാണ് പ്ലേറ്റോ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വർക്ക്സിനകത്ത് ഇയോൺ, സിമ്പോസിയം, റിപ്പബ്ലിക്, ഇതൊക്കെയാണ് പ്ലേറ്റോയുടെ മെയിൻ വർക്ക്സ് എന്ന് പറയുന്നത്. പ്ലേറ്റോയുടെ തിയറി ഓഫ് ആർട്ടും ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഈ റിപ്പബ്ലിക് എന്നുള്ള വർക്കിനകത്തും ഇയോൺ എന്നുള്ള വർക്കിനകത്തുമാണ് ഉള്ളത്. ഹോമർ പ്ലേറ്റോയുടെ ഒരു വലിയ ഇൻഫ്ലുവൻസ് ആയിരുന്നു.
ഓക്കെ. ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലേറ്റോ ജീവിച്ചിരുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കലി അത്രയ്ക്ക് നല്ല സമയമല്ലായിരുന്നു. വളരെ ഡിക്ലൈനിങ് ആയിട്ടുള്ളൊരു ഇറയായിരുന്നു. എഡ്യൂക്കേഷൻ തന്നെ ഒരു വല്ലാത്തൊരു ഒരു കൈൻഡ് ഓഫ് സ്റ്റാഗ്നേറ്റഡ് സ്റ്റേറ്റിലായിരുന്നു എഡ്യൂക്കേഷൻ പോലും. കറേജ്, ഹീറോയിസം, മാഗ്നിഫിഷ്യൻസ് എന്ന് പറയുന്നത് ഇതൊക്കെ ആ സമയത്ത് നല്ല ഹൈലി എന്താ പറയുക റിവേർഡ് വിർച്യൂസ് ആയിരുന്നു. അതായത് ആർക്കെങ്കിലും ധൈര്യം, അതുപോലെ ഹീറോയിക്കലി ആരെങ്കിലും ചെയ്താൽ, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ, വളരെ മാഗ്നിഫിഷ്യൻസ് ആയിട്ടുള്ള വർക്ക് ചെയ്തു കഴിഞ്ഞാൽ പ്ലേറ്റോയുടെ സമയത്ത് ഇതൊക്കെയായിരുന്നു വലിയ വലിയ കാര്യങ്ങളെന്ന് പറയുന്നത്. ലിറ്ററേച്ചർ ആ സമയത്ത് വളരെ ഇമ്മോറൽ ആകുകയും കറപ്റ്റഡ് ആവുകയും ചെയ്തിരുന്നു. ഫിലോസഫേഴ്സും ഒറേറ്റേഴ്സും എന്താണ് സുപ്പീരിയർസ് ആയിട്ട്, ഫിലോസഫേഴ്സിനെയും ഒറേറ്റേഴ്സിനാണ് നല്ലപോലെ സംസാരിക്കുന്ന ആളുകളെയും ഫിലോസഫേഴ്സിനുമാണ് ഇമ്പോർട്ടൻസ് ആ കാലഘട്ടത്തിൽ കൊടുത്തിരുന്നത്, അല്ലാതെ പോയറ്റ്സിനും ആർട്ടിസ്റ്റുകൾക്കും അല്ലായിരുന്നു. പിന്നെ പ്ലേറ്റോയുടെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കുറച്ച് ഐഡിയാസ് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ പോയറ്റിക് ഇൻസ്പിറേഷൻ. പോയറ്റ് എന്ന് പറയുന്നത് പ്ലേറ്റോ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫറ്റ്സിനെ പോലെ, അതായത് നമ്മൾ ഈ ജ്യോത്സ്യന്മാർ അല്ലെങ്കിൽ എന്താ പറയുക ഈ ഫോർച്യൂൺ ടെല്ലേഴ്സിനെ പോലെ അല്ലെങ്കിൽ സന്യാസിമാരെ പോലെയൊക്കെ ഡിവൈൻലി ഇൻസ്പയർഡ് ആകുമ്പോഴാണ് പോയറ്റിന് പോയട്രി എഴുതാൻ സാധിക്കുന്നതെന്നാണ് പ്ലേറ്റോ പറയുന്നത്. അപ്പോൾ പോയട്രി എന്ന് പറയുന്നത് ഒരു ഡിവൈൻ അല്ലെങ്കിൽ ഗോഡിൻ്റെ ഇൻസ്പിറേഷൻ കൊണ്ടാണ് പോയട്രി എഴുതാൻ സാധിക്കുന്നതെന്നാണ് പ്ലേറ്റോ പറയുന്നത്. അതൊരു ക്രാഫ്റ്റ് അല്ല, അതിനെ നമുക്ക് പഠിക്കാൻ സാധിക്കുകയും, അതായത് ഒരു ക്രാഫ്റ്റായിട്ട് നമുക്ക് പോയട്രി അല്ലെങ്കിൽ റൈറ്റിങ്ങിനെ ഒരിക്കലും കണക്കാക്കാൻ സാധിക്കില്ലെന്നാണ് ഇദ്ദേഹം പറയുന്നത്. നമുക്കതിനെ ലേൺ ചെയ്താലും പ്രാക്ടീസ് ചെയ്താലും ഒന്നും വലിയ കാര്യമൊന്നുമില്ല. നമുക്കതിന് ഡിവൈൻലി ഇൻസ്പിറേഷൻ നമുക്ക് കിട്ടിയാലേ നമുക്കത് എഴുതാൻ പറ്റുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. പിന്നെ പോയട്രി റാഷണൽ അല്ല എന്നാണ് പ്ലേറ്റോ പറഞ്ഞിരിക്കുന്നത്. പോയറ്റ്സ് എഴുതുന്ന സമയത്ത് അവർ വേറെ ഒരു കൈൻഡ് ഓഫ് ഫ്രൻസി മൂഡിലായിരിക്കും. ആൻഡ് അത് അവർക്ക് തന്നെ അറിയത്തില്ല മൂഡ് എന്താണെന്ന്. സോ അവർക്ക് തന്നെ അറിയത്തില്ല അവരെന്താണ് എഴുതുന്നതെന്ന്. അതായത് ഇവർ ഈ ഡിവൈൻലി ഇൻസ്പയർഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് അവർ വേറൊരു കൈൻഡ് ഓഫ് മൂഡിൽ അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷനിലായിരിക്കും എന്നാണ് പറയുന്നത്. സോ പോയട്രിയെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. എഴുതുന്ന ആൾക്ക് പോലും വിശ്വാസം വരുന്നില്ല എന്താണ് എഴുതുന്നതെന്ന്. സോ ആ ഒരു കൈൻഡ് ഓഫ് ഒരു ഫ്രൻസി മൂഡിലാണ് ഇരുന്ന് എഴുതുന്നത് ഉള്ളതുകൊണ്ട് നമുക്ക് പോയട്രി ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ റാഷണൽ ആണെന്ന് വിളിക്കാനും പറ്റത്തില്ലെന്നാണ് പറയുന്നത്. പോയറ്റ്സ് ഡിവൈൻ ട്രൂത്ത്സ് ആണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അത് ഹ്യൂമൻ ബീയിങ്സിൻ്റെ ആ ഒരു കോംപ്രിഹെൻഷനെക്കാട്ടിലും അപ്പുറത്താണ് ഈ ഡിവൈൻ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അത് ഓർഡിനറി ഹ്യൂമൻ ബീയിങ്സിന് വായിച്ചാൽ മനസ്സിലാവില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ് പ്ലേറ്റോ പറയുന്നത്. പ്ലേറ്റോയുടെ രണ്ടാമത്തെ ഒരു ക്രിട്ടിക്കൽ പെർസെപ്റ്റ് എന്ന് പറയുന്നത് ഇമിറ്റേഷനാണ്. പ്രിസെപ്റ്റ്സ് എന്ന് പറയുന്നത് ഇമിറ്റേഷനാണ്. ഇമിറ്റേഷൻ്റെ വേറൊരു പേര് മിമെസിസ് എന്നാണ്. ഐഡിയാസ് എന്ന് പറയുന്നത് എന്താണ്? ഐഡിയാസ് അല്ലെങ്കിൽ ഈ ഹെവൻലി ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ കോൺസെപ്റ്റുകൾ ഉണ്ടല്ലോ, അതൊക്കെ റിയൽ ആണെന്നാണ് പറയുന്നത്. ഏർത്ത്ലി തിങ്സ് അല്ലെങ്കിൽ ഏർത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം വെറുതെ കോപ്പീസ് മാത്രമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഹെവനിൽ അല്ലെങ്കിൽ ഐഡിയാസ് എന്ന് പറയുന്ന ഡിവൈൻ ഗോഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഐഡിയാസ് ഓർ കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹെവൻലി ആർക്കിടൈപ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിക്കറിംഗ് ആയിട്ടുള്ള ഹെവൻലി ഇമേജസ് അല്ലെങ്കിൽ ഐഡിയാസ് ഓർ കോൺസെപ്റ്റ്സ്, അതൊക്കെയെന്ന് പറയുന്നത് ശരിക്കും അതൊക്കെയാണ് റിയൽ. അല്ലാതെ ഈ എർത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ വെറും കോപ്പീസ് മാത്രമാണ്. ഫോർ എക്സാമ്പിൾ ഈ ബ്യൂട്ടി, നമ്മളിപ്പോൾ ആളുകൾ സുന്ദരിയാണെന്നും അത് കൊള്ളാം എന്നൊക്കെ പറയുമല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടെ കാണുന്ന എർത്തിൽ കാണുന്ന ആ സൗന്ദര്യമുള്ള സംഭവങ്ങളെന്ന് പറയുന്നത് ഹെവനിലുള്ളതിൻ്റെ കോപ്പീസ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ എർത്തിൽ കാണുന്നത് വെറും ഇമിറ്റേഷൻ മാത്രമാണ് ഹെവൻലി ബ്യൂട്ടിയുടെ എന്നാണ് പറയുന്നത്. സോ ഇമിറ്റേഷൻ അല്ലെങ്കിൽ മിമസിസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കൈൻഡ് ഓഫ് റെപ്രസെൻറ്റേഷൻ ആണ്, അല്ലാതെ അത് പുതിയതായിട്ട് അല്ലെങ്കിൽ ഒറിജിനൽ അല്ല എന്നാണ് പ്ലേറ്റോ പറയുന്നത്. അത് ക്രിയേറ്റീവ് അല്ല ഒരിക്കലും. അപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നത് ചെയറിൻ്റെ എക്സാമ്പിളാണ്. ചെയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഇമിറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ത്രൈസ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി എന്നാണ് പറയുന്നത്. മിമസിസ് എന്ന് പറയുന്നത് ത്രൈസ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി, അതായത് 3 കോപ്പീസ് എക്സിസ്റ്റ് ചെയ്യുന്നു. ഫസ്റ്റ് ചെയർ എന്ന് പറയുന്നത് അതൊരു ഐഡിയ ആണ്. നമ്മുടെ മനസ്സിൽ ചെയർ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഐഡിയ ആയിട്ട് തോന്നുന്നു. രണ്ടാമത് റെപ്രസെൻറ്റ് ചെയ്യുന്നു, നമ്മൾ ഒബ്ജക്റ്റ് ഓഫ് റെപ്രസെൻറ്റേഷൻ വരുന്നു. മൂന്നാമത് അത് റിയൽ ആയിട്ട് ആർട്ടിൽ വരുന്നു. അതായത് അത് തന്നെ അതിനെ നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നു. അങ്ങനെ ത്രൈസ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റിയാണ് ഈ മിമസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കേവ് ഇമേജ് എന്ന് പറഞ്ഞൊരു ഇമേജിൻ്റെ കാര്യം ആര് പറയുന്നുണ്ട്? നമ്മുടെ പ്ലേറ്റോ ഒരു ഐഡിയ പറയുന്നുണ്ട്. കേവ് ഇമേജ്, CAVE ഗുഹ, ഒരു ഇമേജ് ഓഫ് ഗുഹ, ദ ഫിസിക്കൽ വേൾഡ്. അതായത് ഇവിടെ ഒരു എക്സാമ്പിൾ പോലെ ഒരു മെറ്റഫർ പോലെ പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഫിസിക്കൽ വേൾഡ് ഉണ്ടല്ലോ, നമുക്ക് ചുറ്റിനുമുള്ള വേൾഡ് എന്ന് പറയുന്നത് കേവ് ആണെന്ന് സങ്കല്പിക്കുക. എല്ലാ ഹ്യൂമൻ ബീയിങ്സും ഈ ഫിസിക്കൽ വേൾഡിൽ അല്ലെങ്കിൽ ഈ ഒരു കേവിൽ ബിഗിനിങ് ഓഫ് ലൈഫ് തൊട്ടേ, ജനിച്ച് വീഴുമ്പോൾ തൊട്ടേ നമ്മൾ ട്രാപ്ഡ് ആണെന്നാണ് പറയുന്നത്. ഈ ഒരു ഫിസിക്കൽ വേൾഡിൽ ഹ്യൂമൻ ബീയിങ്സ് എല്ലാം സ്റ്റേഷനറി ആണ്. അവർക്ക് അവരുടെ ഹെഡ്സ് ഒന്നും മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് ഷാഡോസും സൗണ്ട്സും മാത്രം വെച്ചിട്ടാണ് അവർ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നതെന്ന്. ആൻഡ് ദെൻ സഡൻലി ഒരു ഹ്യൂമൻ റിലീസ്ഡായി അയാൾ എന്ത് ചെയ്യുകയാണ്? കേവിൻ്റെ എൻട്രൻസിലോട്ട് ട്രാവൽ ചെയ്യുകയാണ്. ആൻഡ് ദെൻ
എൻട്രൻസിൻ്റെ അടുത്തോട്ട് ഇദ്ദേഹം ട്രാവൽ ചെയ്യുന്നു. അങ്ങനെ ഇയാൾ എന്താണ് അത്രയും വർഷം ഇയാളുടെ ഡാർക്ക്നെസ്സിലാണ് കഴിഞ്ഞിരുന്നത്. ആ സമയത്ത് ഇയാളുടെ കണ്ണുകളിൽ എന്താണ് ലൈറ്റ് അടിച്ചപ്പോൾ, ആ കേവിൻ്റെ വെളിയിലെത്തിയപ്പോൾ ലൈറ്റ് അടിച്ചപ്പോൾ ഇയാളുടെ കണ്ണുകൾ ഹേർട്ട് ആവാൻ തുടങ്ങി. അപ്പോൾ ഈ എന്തോ ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഡേ ലൈറ്റ് ഉണ്ടല്ലോ, ഇയാൾ ഈ വെളിയിൽ വന്നാൽ കാണുന്ന ലൈറ്റ് എന്ന് പറയുന്നതാണ് ഐഡിയാസിൻ്റെ റെലം എന്ന് പറയുന്നത്, ഐഡിയാസ്. ഗ്രാജുവലി ഇദ്ദേഹം എന്ത് ചെയ്യും, ഈ ലൈറ്റ് വെച്ചിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളെയും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഫിസിക്കൽ വേൾഡിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമ്മൾ വെറും എന്താ പറയുക ഒന്നും അറിഞ്ഞുകൂടാതെ എന്തോ ഒരു ഇഗ്നോറൻസിൽ നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്നൊരു കൈൻഡ് ഓഫ് ഇഗ്നോറൻസ് ആണ്. നമ്മൾ ഡാർക്ക്നെസ് എന്ന് വെച്ചാൽ അത് ഫുൾ ഡാർക്ക്നെസ് ആണെന്നാണ് പറയുന്നത്. ആരെങ്കിലും എഡ്യൂക്കേഷൻ കിട്ടിയോ അല്ലെങ്കിൽ എൻലൈറ്റൻമെൻറ്റ് കിട്ടി കേവിൻ്റെ വെളിയിൽ ഇറങ്ങുമ്പോൾ, അതായത് ഈ ഫിസിക്കൽ വേൾഡിൻ്റെ വെളിയിൽ ഇറങ്ങുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ വെറും ഡാർക്ക്നെസ് ആണെന്നും റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ വെളിയിൽ നടക്കുന്നുവെന്നും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നതെന്നാണ് പറയുന്നത്. കേവിനകത്ത് ഫിസിക്കൽ വേൾഡാണ്, അത് ഫുൾ ഡാർക്ക്നെസ് ആണ്. നമ്മൾ ജസ്റ്റ് സൗണ്ട് കൊണ്ടും ഷാഡോസ് കൊണ്ടാണ് എല്ലാം മനസ്സിലാക്കുന്നതെന്ന്. റിയൽ നോളജ് നമുക്ക് ഇല്ല. റിയൽ നോളജ് കിട്ടിയ ഒരാളാണ് ഈ വെളിയിലിറങ്ങിയത്, കേവിൻ്റെ വെളിയിലിറങ്ങിയത്, ഇരുട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത്. അയാൾക്ക് എൻലൈറ്റൻമെൻറ്റും എഡ്യൂക്കേഷൻ കിട്ടും. അതായത് എഡ്യൂക്കേഷനും എൻലൈറ്റൻമെൻറ്റ് കിട്ടുമ്പോഴാണ് നമ്മൾ വെളിച്ചം കാണുന്നത് എന്നാണ് പ്ലേറ്റോ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നതെന്ന്. അപ്പം നമ്മുടെ ആ എൻലൈറ്റൻഡ് പേഴ്സൻ്റെ ഒരു എയിം എന്താണ്, അയാളുടെ മോറൽ റെസ്പോൺസിബിലിറ്റി എന്താണ്, ബാക്കി എല്ലാവരെയും ഈ കേവിൻ്റെ വെളിയിൽ കൊണ്ടുവന്ന് എൻലൈറ്റൻഡ് ആക്കുക. ഓക്കെ, ഇനി പ്ലേറ്റോയുടെ അറ്റാക്ക് ഓൺ പോയട്രിയാണ് നമ്മൾ നോക്കുന്നത്. പ്ലേറ്റോയുടെ പോയട്രിയെ പ്ലേറ്റോ 4 രീതിയിലാണ് അറ്റാക്ക് ചെയ്യുന്നത്: മോറൽ, ഇൻ്റലക്ച്വൽ, ഇമോഷണൽ, യൂട്ടിലിറ്റേറിയൻ. മോറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പോയറ്റ്സിന് അതായത് ഈ എന്താ പറയുക, ആളുകളെ വഴിതെറ്റിക്കാനുള്ളൊരു കഴിവുണ്ടെന്നാണ് പറയുന്നത്. അതായത് കറപ്റ്റഡ് ആക്കാൻ പറ്റുമെന്ന്. അതായത് ഈ ഓരോ എന്താ പറയുക, ഈ ഹ്യൂമൻ ബീയിങ്സിന് കുറച്ചുകൂടി എന്താ പറയുക ഗ്രീഡി ആക്കുന്ന അല്ലെങ്കിൽ കറപ്റ്റഡ് ആക്കുന്ന ഐഡിയാസാണ് പോയട്രിയിലൂടെ പറയുന്നത്. നമ്മളെ ഒരിക്കലും അത് പോയട്രി എന്ന് പറയുമ്പോൾ മോറൽ ഗ്രൗണ്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോയട്രിക്ക് മൊറാലിറ്റി ഇല്ല എന്നാണ് പറയുന്നത്. നമ്മളെ വഴിതെറ്റിക്കുന്ന ഒരു സംഭവമാണ് പോയട്രി എന്നാണ് പറയുന്നത്. പോയട്രി ഒരിക്കലും സോഷ്യൽ മൊറാലിറ്റി പ്രൊമോട്ട് ചെയ്യുന്നില്ല. പോയറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, ഗോഡ്സിനെ കുറിച്ചും ഒക്കെ കള്ളം പറയുകയാണ്, ആളുകളെ കറപ്റ്റഡ് ആക്കുന്നു, ഇമ്മോറൽ ആക്കുന്നു, ഡിസോണസ്റ്റ് ആക്കുന്നു. അതായത് കള്ളം പറയുകയാണ് പോയട്രി. പോയട്രി ഈസ് ഫുൾ ഓഫ് ലൈസ്, അല്ലെങ്കിൽ പോയട്രി ഈസ് ദി മദർ ഓഫ് ലൈസ് എന്നാണ് പ്ലേറ്റോ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ ബീയിങ്സ് ഇത് വായിക്കുമ്പോൾ അവരും കള്ളന്മാരാകുന്നു അല്ലെങ്കിൽ കള്ളത്തരം കാണിക്കുന്നു എന്നാണ്, വഴിതെറ്റിക്കുന്നു എന്നാണ് പറയുന്നത്. ഡ്രാമയാണ് കുറച്ചും കൂടി ഹാംഫുൾ ദാൻ പോയട്രി എന്നാണ് പ്ലേറ്റോ പറയുന്നത്. അതായത് ഈ ഡ്രാമാറ്റിക് മാറ്റേഴ്സ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡ്രാമാസ് കാണുമ്പോൾ ഈ സൊസൈറ്റി തന്നെ എന്താണ് ഒരു അൺറൂളി ആയിട്ട് മാറുന്നു എന്നാണ് പറയുന്നത്. ഇനി ഇൻ്റലക്ച്വൽ രീതിയിൽ എങ്ങനെയാണ് പ്ലേറ്റോ കളിയാക്കുന്നത്, പോയട്രി എന്ന് പറയുന്നത് എല്ലാം വെറും കോപ്പീസ് മാത്രമാണ്. റിയാലിറ്റിയിൽ നിന്ന് ത്രൈസ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി എന്നാണ് പോയട്രി ഇദ്ദേഹം പറയുന്നത്. പോയറ്റ്സിന് ശരിക്കും പറഞ്ഞാൽ ട്രൂത്തിനെ കുറിച്ചൊരു നോളജും ഇല്ല. അവർ ജസ്റ്റ് കാണുന്ന എന്താണോ അതിനെ ഇമിറ്റേറ്റ് ചെയ്ത് എഴുതുവാണ്. കാണുന്നത് തന്നെ ഒരു ഇമിറ്റേഷനാണ്. അതിനെ വീണ്ടും ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ പോയട്രി എന്ന് പറയുന്നത് എന്താണ്, ത്രൈസ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി എന്നാണ് ഇവിടെ പറയുന്നത്. അത് സത്യമല്ല എന്നാണ് പറയുന്നത്. ഇനി ഇമോഷണൽ ആയിട്ടുള്ള ഗ്രൗണ്ടിൽ എങ്ങനെയാണ് പോയട്രിയെ പിന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്, പോയറ്റിക് ട്രൂത്ത് എന്ന് പറയുന്നത് ഫുൾ ഓഫ് കോൺട്രഡിക്ഷൻസ് ആണെന്നാണ് പറയുന്നത്. ഫുൾ ഓഫ് എന്താ പറയുക, ഒരു കാര്യം പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും പോയട്രിയിൽ പറയുന്നതെന്നാണ് പറയുന്നത്. പോയട്രി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നോളജിന് പകരമാകില്ല പോയട്രി എന്നാണ് പറയുന്നത്. പോയട്രിയിലുള്ള ഫോംസ് ഏതൊക്കെയാണ്, എപ്പിക്, ട്രാജഡി, കോമഡി. ഇത് 3ഉം ഇമിറ്റേറ്റീവ് ആണെന്നാണ് പ്ലേറ്റോ പറയുന്നത്. ഇനി റീഡേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളിപ്പോൾ ഒരു നോവൽ വായിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു പോയം വായിക്കുമ്പോഴോ നമ്മൾ ആ ഒരു സത്യമല്ലാത്ത ക്യാരക്ടേഴ്സിൻ്റെ, അതായത് ഫിക്ഷണൽ ക്യാരക്ടേഴ്സുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും നമ്മൾ. അതെന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്സിനെ തന്നെ അൺഹെൽത്തി ആക്കുന്ന ഒരു പ്രാക്ടീസ് ആണെന്നാണ് പറയുന്നത്. ഇനി ലാസ്റ്റ് വൺ, യൂട്ടിലിറ്റേറിയൻ. പോയട്രിക്ക് ഒരു യൂസ്ഫുൾ പേർപ്പസും ഇല്ല. പോയട്രി ജസ്റ്റ് സർഫസ് ഓഫ് തിങ്സിനെ ഇമിറ്റേറ്റ് ചെയ്യുക മാത്രമാണ്. അതെങ്ങനെ യൂസ് ചെയ്യണമെന്നോ ഒന്നും പോയട്രിക്ക് അല്ലെങ്കിൽ പോയറ്റ്സിന് അറിയില്ല. പ്ലേറ്റോയുടെ അച്ചീവ്മെൻറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിമസിസ് എന്നുള്ള കോൺസെപ്റ്റ് പ്ലേറ്റോ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഈസ്തെറ്റിക് ബ്യൂട്ടിയുടെ ഇമ്പോർട്ടൻസ് പറഞ്ഞു തന്നതും അല്ലെങ്കിൽ ലോകത്തിന് കാണിച്ചു കൊടുത്തതും പ്ലേറ്റോ തന്നെ ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അരിസ്റ്റോട്ടിൽ ആസ് എ ലിറ്റററി ക്രിട്ടിക്കാണ് നോക്കുന്നത്. അരിസ്റ്റോട്ടിൽ ഒരു യൂണിവേഴ്സലി അക്നോളജ്ഡ് എന്താ പറയുക മാസ്റ്റർ ഓഫ് ക്രിട്ടിക്കൽ തോട്ടാണ് അരിസ്റ്റോട്ടലിൻ്റെ ഐഡിയാസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മാസ്റ്റർ ക്രിട്ടിക് എന്ന് തന്നെ നമുക്ക് അരിസ്റ്റോട്ടലിനെ പറയാം. ആൻഡ് ഒരു മോസ്റ്റ് ഡിസ്റ്റിങ്ക്യൂഷ്ഡ് ഗ്രീക്ക് ഫിലോസഫറാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. 4th സെഞ്ച്വറി BC-യിലാണ് ഇദ്ദേഹം ഉണ്ടായിരുന്നത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ വർക്ക്സ് എന്ന് പറയുന്നത് പൊയറ്റിക്സും റിട്ടോറിക്കുമാണ്. പൊയറ്റിക്സ് എന്നുള്ള വർക്കും റിട്ടോറിക് എന്നുള്ള വർക്കും. പൊയറ്റിക്സ് എന്ന് പറയുന്നത് പോയട്രിയെ കുറിച്ചാണ്. റിട്ടോറിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ആർട്ട് ഓഫ് സ്പീക്കിംഗ്.
എങ്ങനെ ഒരാൾ നല്ല ഒറേറ്ററായി മാറാം, എങ്ങനെയൊക്കെ സംസാരിക്കണം, അതാണ് റിട്ടോറിക്സിനകത്ത് പറയുന്നത്. ഓക്കെ, പൊയറ്റിക്സ് എന്ന് പറയുന്നത് 50 പേജസിലാണുള്ളത്. മെയിൻ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ എന്ന് പറയുന്നത് ഈ ഒരു പൊയറ്റിക്സിനകത്ത് പോയട്രിയെ കുറിച്ചാണ് പറയുന്നതെങ്കിലും ട്രാജഡിയെ ഡിഫൈൻ ചെയ്യുന്നതും ട്രാജഡിയുടെ ഒരു ഫേമസ് ഡെഫിനിഷനും നമ്മുടെ പൊയറ്റിക്സിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എപ്പിക് പോയട്രിയെക്കുറിച്ചും പോയറ്റിക് ഡിക്ഷനെക്കുറിച്ചും, അതായത് പോയത്തിൽ യൂസ് ചെയ്ത വാക്കുകളെക്കുറിച്ചും കോമഡിയെക്കുറിച്ചും ഒക്കെയാണ് ഇദ്ദേഹം ഇതിനകത്ത് മെയിനായിട്ട് പറഞ്ഞു പോയിരിക്കുന്നത്. ഇനി ട്രാജഡി എങ്ങനെയാണ് ഇദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നത്? അരിസ്റ്റോട്ടിൽ ട്രാജഡിയുടെ ഡെഫിനിഷൻ പൊയറ്റിക്സ് എന്നുള്ള വർക്കിനകത്താണ് കൊടുത്തിരിക്കുന്നത്. ട്രാജഡി എന്ന് വെച്ചാൽ ഒരു സീരിയസ് ആക്ഷനെ ഇമിറ്റേറ്റ് ചെയ്യുന്നതാണ് ട്രാജഡി എന്ന് പറയുന്നത്. ആൻഡ് അത് കംപ്ലീറ്റും ആയിരിക്കും, ഒരു സർട്ടൻ ലെങ്ത്തും കാണും. അതിനകത്ത് ട്രാജഡിക്കകത്ത് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്, വളരെ ഭയങ്കര അടിപൊളി വേർഡ്സ് ഉണ്ടല്ലോ, ഭയങ്കര ഹൈലി എംബലിഷ്ഡ് വേർഡ്സ് ആയിരിക്കും. അതായത് ഭയങ്കര കട്ടിയുള്ള നല്ല ലിറ്ററി അടിപൊളി സ്റ്റൈലായിട്ടുള്ള വേർഡ്സ് ആയിരിക്കും അതിനകത്ത് യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഒരു പ്ലേ എന്ന് പറയുന്നത് എന്താണ്, ആക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നും അത് കാണുന്നവരുടെ മൈൻഡിൽ സിമ്പതിയും ഫിയറും ഒക്കെ നല്ല പോലെ ഇമോഷൻസ് ഒക്കെ നല്ല രീതിയിൽ റിലീസ് ചെയ്യാൻ സഹായിക്കുന്നതിനെയാണ് നമ്മൾ ട്രാജഡി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സീരിയസ് ആക്ഷൻ എന്ന് വെച്ചാൽ ഇദ്ദേഹം എന്താണ്, ഇനി നമ്മൾ ആ ട്രാജഡിയുടെ ഓരോ ഡെഫിനിഷൻ്റെ ഓരോ എലിമെൻസിനെയും നമ്മൾ ഡീകോഡ് ചെയ്യാൻ പോവാണ്. ട്രാജഡി ഈസ് ആൻ ഇമിറ്റേഷൻ ഓഫ് ആൻ ആക്ഷൻ ദാറ്റ് ഇസ് സീരിയസ്, അതാണ് ഫസ്റ്റ് പാർട്ട്. അപ്പോൾ സീരിയസ് ആക്ഷൻ എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മുടെ മൈൻഡിൽ ഒരു കൈൻഡ് ഓഫ് എക്സൈറ്റ്മെൻറ്റ് ഉണർത്തുക. സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ചായിരിക്കും ട്രാജഡി പറയുന്നത്, സീരിയസ് സബ്ജക്റ്റ് മാറ്റർ ആയിരിക്കും ഡീൽ ചെയ്യുന്നത്. ഇനി കംപ്ലീറ്റ്, ട്രാജഡി എങ്ങനെ കംപ്ലീറ്റ് ആകുന്നത്, ഒരു പ്രോപ്പർ ബിഗിനിങ്ങും മിഡിലും എൻഡിങ് ആണ്. ഒരു ലോജിക്കൽ ഓർഡർ ട്രാജഡിക്ക് ഉണ്ടായിരിക്കണം. ഒരു സർട്ടൻ മാഗ്നിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. സർട്ടൻ മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ഒരു റീസണബിൾ ലെങ്ത് വേണം. അതായത് ഒരു കൈൻഡ് ഓഫ് അത് തുടങ്ങുമ്പോൾ എന്താണ് ഒരു റീസണബിൾ ലെങ്ത്തിൽ വെച്ച് തന്നെ നമ്മളത് എൻഡ് ചെയ്യാനും വേണം. അതായത് ഒരു ഈവൻസ് തമ്മിലൊരു സീക്വൻസും ഉണ്ടായിരിക്കണം. ഒരു ലോജിക്കൽ ഓർഡർ വേണം. ഇനി ആർട്ടിസ്റ്റിക് ഓർണമെന്റ്സ് എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിലുള്ള ഹൈലി എംബലിഷ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജ്, ആ ലാംഗ്വേജിന് റിഥം, ഹാർമണി, അതുപോലെ തന്നെ സോങ് ഒക്കെ ഉണ്ടായിരിക്കണം. സെപ്പറേറ്റ് പാർട്സ് ഓഫ് ദ പ്ലേ എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ട്രാജഡി എന്ന് പറയുന്നത് ഒരു കഥ പോലെ ആകരുത്, നറേറ്റർ പറയുന്ന കഥ പോലെ ആവരുത്. കഥകൾ ഇങ്ങനെ പതുക്കെ ചുരുളഴിഞ്ഞ് റീഡേഴ്സിന് മുമ്പിൽ വരണം. ക്യാരക്ടേഴ്സ് എന്ന് പറയുന്ന വളരെ മൂവിങ് ആയിട്ട് നമുക്ക് വളരെ ലൈവ്ലി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് തോന്നണം. അതുപോലെ തന്നെ ട്രാജഡിയുടെ എയിം എന്താണ്, കഥാർസിസ് അല്ലെങ്കിൽ പർഗേഷൻ. കഥാർസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, റിലീസ് ഓഫ് ഇമോഷൻസ്. കണ്ടുകൊണ്ടിരിക്കുന്നവൻ്റെ ഇമോഷൻസ് അല്ല, അതായത് നമ്മൾ കരയണമെന്നുണ്ടെങ്കിൽ നമ്മളെ കരയിപ്പിക്കണം, അതുവഴി നമുക്കൊരു ആശ്വാസം കിട്ടുമല്ലോ, ഒരു റിലീഫ് കിട്ടുമല്ലോ, അതാണ് പർഗേഷൻ അല്ലെങ്കിൽ കഥാർസിസ് എന്ന് വിളിക്കുന്നത്. ട്രാജഡിയുടെ മെയിൻ എയിം എന്ന് പറയുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിൻ്റെ മൈൻഡിൽ, സ്പെക്ടേറ്റേഴ്സിൻ്റെ മൈൻഡിൽ പർഗേഷൻ അല്ലെങ്കിൽ കഥാർസിസ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഇവിടെയും മിമസിസിനെ കുറിച്ച് ആര് പറയുന്നുണ്ട്, അരിസ്റ്റോട്ടിലും പറയുന്നുണ്ട്. അരിസ്റ്റോട്ടിലും മിമസിസ് എന്ന് വെച്ചാൽ ഇമിറ്റേഷൻ ആണ്. എല്ലാ ആർട്ടിൻ്റെയും ബേസിക് പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് ഇമിറ്റേഷൻ ആണെന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. ഹ്യൂമൻ ബീയിങ്സ് ആണെങ്കിലും ഹ്യൂമൻ ആക്ഷൻസ് ആണെങ്കിലും എന്താണ്, ഈ ഒരു ആർട്ടിലെ ഇമിറ്റേഷൻസ് ആണ്. ഓക്കെ, ട്രാജഡി എന്ന് പറയുന്നത് എന്താണ്, ഈ നല്ല ആളുകളുടെ, അതായത് ഈ ഗുഡ് മെൻ ഉണ്ടല്ലോ, അവരുടെയൊക്കെ ആക്ഷൻസിനെ, നോബിളായിട്ടുള്ള ആക്ഷൻസ് ഉണ്ടല്ലോ, അവർ ചെയ്യുന്ന നല്ല പ്രവർത്തികളുടെ ഇമിറ്റേഷൻ ആയിരിക്കണം ട്രാജഡി എന്ന് പറയുന്നത്. കോമഡി എന്ന് പറയുന്നത് എന്താണ്, ഈ ലോ ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരുടെ ഇമിറ്റേഷൻ ആയിരിക്കണം കോമഡി എന്ന് പറയുന്നത്. ട്രാജഡി എപ്പോഴും ഹയർലി, അതായത് ഒരു ഹൈ പൊസിഷനിലാണ് അരിസ്റ്റോട്ടിൽ എപ്പോഴും വെച്ചേക്കുന്നത്. പിന്നെ ട്രാജഡി എന്ന് പറയുന്നത് എപ്പിക് എന്നുള്ള ആ ഒരു കൈൻഡ് ഓഫ് പോയട്രിയെക്കാട്ടിലും വലിയ രീതിയിൽ കൂടി നിൽക്കുന്നതാണ് ട്രാജഡി. അരിസ്റ്റോട്ടിലിനെ സംബന്ധിച്ചിടത്തോളം ട്രാജഡിയാണ് സുപ്പീരിയർ ദാൻ എപ്പിക്. ട്രാജഡിക്കകത്ത് എല്ലാ എപ്പിക് എലിമെൻസും ഉണ്ട്, മ്യൂസിക് ഉണ്ട്, ബാക്കി എല്ലാ സ്പെക്ടാക്കുലർ ആയിട്ടുള്ള എഫക്റ്റുകളും ഉണ്ട്. സോ ട്രാജഡിയാണ് സുപ്പീരിയർ എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. ട്രാജഡിക്ക് 6 പാർട്സ് ആണ് ഉള്ളത്: പ്ലോട്ട്, ക്യാരക്ടർ, തോട്ട്, ഡിക്ഷൻ, സ്പെക്ടക്കിള്, സോങ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലോട്ട് എന്ന് വെച്ചാൽ എന്താണ്, സ്ട്രക്ചർ ഓഫ് ഇവൻറ്റ്സ് ആണ്. ട്രാജഡിയുടെ ആത്മാവ് അല്ലെങ്കിൽ സോൾ എന്ന് പറയുന്നത് തന്നെ പ്ലോട്ടാണ്. ട്രാജഡി ഇമിറ്റേറ്റ് ചെയ്യുന്നത് ആരെയാണ്, ആളുകളെ മാത്രമല്ല ആക്ഷനെയും കൂടിയാണ്, ആ ആളുകളുടെ ആക്ഷനും കൂടിയാണ്. അപ്പം ആളുകളുടെ ആക്ഷനാണ് അല്ലെങ്കിൽ ആ ക്യാരക്ടറിൻ്റെ ആക്ഷനാണ് ട്രാജഡിയിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിനെ കാട്ടിലും. ഓക്കെ, ഇനി ക്യാരക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്, ക്യാരക്ടർ നല്ല ക്യാരക്ടർ ആയിരിക്കണം. പിന്നെ തോട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ക്യാരക്ടർ ആലോചിക്കുകയോ അല്ലെങ്കിൽ ഫീൽ ചെയ്യുകയോ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, അത് സ്പീച്ചിനകത്ത് വരുത്തിയിരിക്കണം. ഓക്കെ, ഇനി പ്ലോട്ട് ആക്ഷനെയാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്, ക്യാരക്ടർ ആളുകളെയാണ് ഇമിറ്റേറ്റ് ചെയ്യേണ്ടത്, അതായത് ആ മെന്നിനെയാണ് ഇമിറ്റേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ ഡിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്,
അതായത് കറക്റ്റ് ആയിട്ടുള്ള ഡിക്ഷൻ, അതായത് ചോയ്സ് ഓഫ് വേർഡ്സ് എന്നാണ് ഡിക്ഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സ്പെക്ടക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 6th എലിമെന്റ് ആണ്. നമ്മൾ സ്റ്റേജിൽ എന്തൊക്കെയാണോ കാണിക്കുന്നത് അല്ലെങ്കിൽ ആ സ്റ്റേജ് മെക്കാനിക്സ് ഉണ്ടല്ലോ, അതാണ് സ്പെക്ടക്കിൾ എന്ന് പറയുന്നത്. ഇനി 3 യൂണിറ്റീസിന്റെ കാര്യം അരിസ്റ്റോട്ടിൽ പറയുന്നുണ്ട്. യൂണിറ്റി ഓഫ് ആക്ഷൻ, യൂണിറ്റി ഓഫ് പ്ലേസ്, യൂണിറ്റി ഓഫ് ടൈം. അരിസ്റ്റോട്ടിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് യൂണിറ്റി ഓഫ് ആക്ഷന് മാത്രമാണ്. അതായത് പ്ലോട്ടിന് ഒരു ബിഗിനിങ്ങും മിഡിലും എൻഡും കാണണം. അതൊരു ലോജിക്കൽ ഓർഡറിൽ തന്നെ ആയിരിക്കണം. ട്രാജഡി ആരുടെ ആക്ഷൻസ് ആണ് കാണിക്കേണ്ടത്? ഹീറോയുടെ ആക്ഷൻസ് വേണം കാണിക്കാൻ. ഓക്കെ. ആൻഡ് അതുപോലെ തന്നെ ആ ആക്ഷൻസ് കാണിക്കുമ്പോൾ അതിനെല്ലാം ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഓർഡർ ഉണ്ടായിരിക്കണം. ഒരു ലോജിക്കൽ രീതിയിൽ വേണം ആക്ഷൻസ് കാണിക്കാൻ. ബാക്കിയുള്ള യൂണിറ്റീസ് ഉണ്ടല്ലോ, യൂണിറ്റി ഓഫ് പ്ലേസും ടൈമും, അതിന് ഇമ്പോർട്ടൻസ് ഒന്നും ആരും കൊടുത്തിട്ടില്ല, അരിസ്റ്റോട്ടിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ യൂണിറ്റി ഓഫ് ആക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിഗിനിങ് മിഡിൽ എൻഡ് വേണം. യൂണിറ്റി ഓഫ് പ്ലേസ് എന്ന് വെച്ചാൽ എന്താ? ഒറ്റ സ്ഥലത്ത് തന്നെ എല്ലാ കാര്യങ്ങളും നടക്കുക. അതായത് ഒരു ഡ്രാമ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് വെച്ചാണ് ഡ്രാമ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഇവിടെയാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നതെന്ന് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ വേണം എല്ലാ കാര്യങ്ങളും ഒടുക്കം തൊട്ട് അവസാനം വരെ കാണിക്കാൻ. തുടക്കം തൊട്ട് ഒടുക്കം വരെ അവിടെ തന്നെ വേണം ആക്ഷൻസ് ഹാപ്പൻ ചെയ്യാൻ. യൂണിറ്റി ഓഫ് ടൈം എന്ന് വെച്ചാൽ സൂര്യൻ 24 മണിക്കൂറിനകത്ത് തന്നെ ആ ഒരു ആക്ഷൻ കംപ്ലീറ്റ് ആയിരിക്കണം. അതായത് രാവിലെ, രാത്രി, പിന്നെന്താണ്, രാവിലെ, പകൽ, രാവിലെ, ഉച്ച, രാത്രി, ഈ ഒരു ഓർഡറിൽ വേണം പോകാൻ. അതായത് സണ്ണിൻ്റെ ഒരു റെവല്യൂഷനിൽ നിന്ന് തന്നെ ആ പ്ലേയും ഹാപ്പൻ ചെയ്യണം. അതായത് അല്ലാതെ ഫുള്ള് രാവിലത്തെ കാര്യവും മൊത്തം സമയം രാത്രിയിലത്തെ കാര്യവും അങ്ങനെയല്ല. രാവിലെയും ഉച്ചയും രാത്രി എന്നുള്ളത് ഒരൊറ്റ 24 മണിക്കൂർ നടക്കുന്ന കാര്യങ്ങൾ വേണം കാണിക്കാൻ. ഓക്കെ, അതാണ് യൂണിറ്റി ഓഫ് ടൈം വേണമെന്ന് പറയുന്നത്. ഇനി സിമ്പിൾ പ്ലോട്ടും കോംപ്ലക്സ് പ്ലോട്ടും തമ്മിൽ അരിസ്റ്റോട്ടിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സിമ്പിൾ പ്ലോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റോറി ലൈനെ കാണത്തുള്ളൂ. അത് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് അങ്ങ് പോവും. സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള കാര്യങ്ങളെ നടക്കത്തുള്ളൂ അതിനകത്ത്. കോംപ്ലക്സ് പ്ലോട്ട് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, കുറച്ച് പേര് പോലെ തന്നെ എന്താണ്, കുറച്ച് കോംപ്ലക്സ് ആയിരിക്കും. സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് സ്റ്റോറി ഒരിക്കലും പോകത്തില്ല. പിന്നെ ഈ കോംപ്ലക്സ് പ്ലോട്ടിനകത്ത് പെരിപ്പിറ്റിയ, അനഗ്നോറിസസ് എന്ന് പറഞ്ഞ 2 എലിമെന്റ്സ് കൂടിയുണ്ട്. പെരിപ്പിറ്റിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ, അനഗ്നോറിസസ് എന്ന് വെച്ചാൽ ഡിസ്കവറി. അതായത് ഇപ്പം നമ്മുടെ ക്യാരക്ടറിനകത്ത്, ഡ്രാമയ്ക്കകത്ത് ഒരു മെയിൻ ഹീറോ കാണുമല്ലോ, ആ ഹീറോയുടെ 2 എലിമെന്റ്സ് ആണ്, അല്ലെങ്കിൽ ആ ഹീറോയ്ക്ക് വേണ്ടുന്ന 2 ഫീച്ചേഴ്സ് ആണ്, അല്ലെങ്കിൽ ആ ഡ്രാമയിൽ കമ്പൽസറി ആയിട്ട് നടക്കേണ്ട കാര്യങ്ങളാണ് പെരിപ്പിറ്റിയും അനഗ്നോറിസസും. ഫോർ എക്സാമ്പിൾ, ഈഡിപ്പസ് റെക്സ് എന്നുള്ള പ്ലേക്കകത്ത് സോഫോക്ലിസ് എന്നുള്ള ആളാണ് ഹീറോ. സോഫോക്ലിസിൻ്റെ ഈ ഒരു എക്സാമ്പിളായിട്ട് എപ്പോഴും പറയുന്നത് ഇതായിരിക്കണം. പെരിപ്പിറ്റിയ എന്ന് വെച്ചാൽ ഫോർച്യൂൺ റിവേഴ്സലാവുന്നത്. അതായത് ഇപ്പോൾ ഒരാൾ രാജാവായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രാജാവായിട്ട് റൂൾ ചെയ്തുകൊണ്ടിരിക്കുവാണ്, അയാൾ രാജാവായിട്ട് തന്നെ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ഫോർച്യൂൺ അല്ലെങ്കിൽ അയാളുടെ ഫേറ്റിന് വേറെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. മറിച്ച് അയാൾ രാജാവായിട്ട് ജനിച്ചിട്ട് അയാൾ വേറൊരാളായിട്ട് മാറുവാണ്, പാവപ്പെട്ടവനായിട്ട് മാറുവാണ്, അല്ലെങ്കിൽ പുവറായിട്ട് മാറുവാണ്, അല്ലെങ്കിൽ ഭിക്ഷക്കാരനായിട്ട് മാറുവാണ്. അവിടെ അയാളുടെ ഫോർച്യൂൺ മാറുകയാണ് ചെയ്യുന്നത്. ആ ഒരു എലമെൻറ്റിനെയാണ് പെരിപ്പിറ്റിയ എന്ന് പറയുന്നത്. അനഗ്നോറിസസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ സോഫോക്ലിസ്, ഈഡിപ്പസ് റെക്സിൻ്റെ, സോഫോക്ലിസ് എന്നുള്ള ആളാണ് കേട്ടോ ഈഡിപ്പസ് റെക്സ് എഴുതിയിരിക്കുന്നത്. ഈഡിപ്പസ് എന്നുള്ള ആളാണ് അതിനകത്ത് മെയിൻ ക്യാരക്ടർ. നേരത്തെ ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി, സോറി. ഈഡിപ്പസ് എന്ന് പറഞ്ഞാണ് നമ്മുടെ ക്യാരക്ടർ. ഈഡിപ്പസ് റെക്സ് എന്നാണ് ആ പ്ലേയുടെ പേര്. അത് സോഫോക്ലിസ് എന്നുള്ള ഡ്രാമാറ്റിസ്റ്റാണ് എഴുതിയിരിക്കുന്നത്, റൈറ്ററാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ സോഫോക്ലിസിൻ്റെ അതിനകത്ത് ഈ ഒരു ഡ്രാമയ്ക്കകത്ത് പെരിപ്പിറ്റിയ അനഗ്നോറിസസും എങ്ങനെ വരുന്നതെന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അതായത് ഈഡിപ്പസ് ഒരു ഈഡിപ്പസ് കിങ് ലയസിൻ്റെയും ക്യൂൻ ജൊക്കാസ്തയുടെയും മകനാണ്. തീബ്സിലാണ് ഇദ്ദേഹം ജനിച്ചത്. പക്ഷെ ഒരു പ്രോഫറ്റ് വോൺ ചെയ്തു കിങ്ങിൻ്റെ അടുത്ത്, ഈഡിപ്പസ് കിങ്ങിനെയും കൊന്ന് അമ്മയെ കല്യാണം കഴിക്കുമെന്ന്. അങ്ങനെ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഈഡിപ്പസിൻ്റെ അച്ഛനായിട്ടുള്ള രാജാവ് എന്ത് ചെയ്തു, ഒരു സെർവൻറ്റിൻ്റെ അടുത്ത് ഓർഡർ ചെയ്ത് ഈഡിപ്പസിനെ കൊല്ലാൻ പറഞ്ഞു. പക്ഷേ സെർവൻറ്റ് എന്ത് ചെയ്തു, ഒരു ഷെപ്പേർഡിൻ്റെ അടുത്ത് ഈഡിപ്പസിനെ, അതായത് സെർവൻറ്റ് ആ ഒരു ബേബിയെ അവിടെ ലീവ് ചെയ്യുകയും ഒരു ഷെപ്പേർഡ് ഇവനെ എടുത്ത് വളർത്തുകയും ചെയ്തു. അവിടെ കോറിന്ത് എന്നുള്ള സ്ഥലത്തോട്ട് ഇയാളെ കൊണ്ടുപോവുകയും ചെയ്തു. ഓക്കെ, ആ കോറിന്ത്യൻ കിങ്ങാണ് എന്ത് ചെയ്തത്, ഈഡിപ്പസിനെ വളർത്തിയെടുത്തത്. അഡൾട്ടായപ്പോൾ ഈഡിപ്പസ് ഈ ഒരു പ്രൊഫസിയെക്കുറിച്ച് കേൾക്കുകയാണ്, ഈ ഒരു പ്രൊഫറ്റിൻ്റെ, അതായത് അവൻ അച്ഛനെ കൊല്ലുമെന്നും അമ്മയെ കല്യാണം കഴിക്കുമെന്നും. അപ്പോൾ ഈഡിപ്പസ് വിചാരിച്ചു ഈ കോറിന്ത്യൻ കിങ്ങിനെ കൊന്നിട്ട് ഇയാളുടെ വൈഫിനെയും കൊല്ലുമെന്നാണ്. അതായത് ഈഡിപ്പസിന് അറിയത്തില്ലല്ലോ ട്രൂ പേരൻസ് ആരൊക്കെയാണെന്ന്. അപ്പം ഇപ്പോൾ വളർത്തിയെടുക്കുന്ന അച്ഛനും അമ്മയും സ്വന്തമാണെന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ അച്ഛനെ കൊല്ലും അമ്മയെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞപ്പം ഈഡിപ്പസ് എന്ത് ചെയ്തു, ഈ ഒരു പ്രൊഫസി കേട്ടിട്ട് അപ്പോഴേ അവിടെ നിന്ന് ഓടിക്കളഞ്ഞു. ഈഡിപ്പസ് പിന്നീട് തീബ്സ് എന്നുള്ള സ്ഥലത്ത്, അതാ ഞാൻ പറഞ്ഞത് ഫോർച്യൂൺ, അതായത് ഫെയ്റ്റിൻ്റെ ഓരോ വിധിയുടെ ഓരോ ഇതാണ്, പ്ലേ ആണ്, തിരിച്ച് വീണ്ടും ഒറിജിനൽ സ്ഥലത്ത് വരുവാണ്. അതായത് തീബ്സ് എന്നുള്ള സ്ഥലത്ത്, യഥാർത്ഥ അച്ഛനും അമ്മയുള്ള സ്ഥലത്ത് തീബ്സിൽ വരികയും ഈഡിപ്പസ് അവിടെ ഒരു റിഡിൽ സോൾവ് ചെയ്യുകയും അങ്ങനെ ആ സിറ്റിയെ ഡിസ്ട്രക്ഷനിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ വെച്ച്, അപ്പോൾ ആ സമയത്ത് രാജാവില്ലായിരുന്നു അവിടെ. രാജാവ്
മരിച്ചു പോയിരുന്നു. രാജാവിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈഡിപ്പസ് ഇങ്ങോട്ടുള്ള യാത്രയിൽ ഈ രാജാവാണെന്ന് അറിയാതെ അച്ഛനെ അങ്ങ് കൊന്നുകളയാണ് ചെയ്യുന്നത്, യഥാർത്ഥത്തിലുള്ള അച്ഛനെ. അതായത് വഴിയിൽ വെച്ചിട്ട് ഇതുപോലെ കൊന്നുകളയാണ് ഈഡിപ്പസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ തീബ്സ് എന്നുള്ള സ്ഥലത്ത് വരുന്നത്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ രാജാവ് മരിച്ചു, രാജ്ഞി മാത്രമേ ഉള്ളൂ. അതായത് സ്വന്തം അമ്മയാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ റിഡില് സോൾവ് ചെയ്തപ്പം അതിൻ്റെ ഇതായിട്ട്, അതായത് ഒരു പ്രൈസായിട്ട് പറഞ്ഞിരുന്നത് രാജ്ഞിയെ കല്യാണം കഴിക്കാം, രാജാവാകാം എന്നായിരുന്നു. ഇതൊന്നും അറിയാതെ അച്ഛനെയും കൊന്നു. ഇതൊന്നും അറിയാതെ ഇവിടെ വന്നിട്ട് ആ റിഡിലും സോൾവ് ചെയ്ത് സ്വന്തം അമ്മയെ അങ്ങ് കല്യാണം കഴിക്കുകയും ചെയ്തു. പക്ഷേ അത് അറിയത്തില്ലായിരുന്നു അമ്മയാണെന്നുള്ളത്. അങ്ങനെ ആ സമയത്ത് തീബ്സിന് ഒരു പ്ലേഗ് വരികയും എന്താ പറയുക, പ്രോമിസ് ആ ഒരു പ്ലേഗ് മാറണം എന്നുണ്ടെങ്കിൽ എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജാവിനെ കൊന്ന ആൾ അവിടെ നിന്ന് പോകണമെന്ന് പറയുന്നു. അങ്ങനെ ഈഡിപ്പസ് എന്തുവാണ്, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോവാണ് രാജാവിനെ ആരാ കൊന്നതെന്ന്. അങ്ങനെ അന്വേഷിച്ചിറങ്ങുമ്പോൾ ആരാണ് കൊന്നത്, ശരിക്കും പറഞ്ഞാൽ ഈഡിപ്പസ് അച്ഛനെയാണ് കൊന്നത്, അമ്മയെ തന്നെയാണ് കല്യാണം കഴിച്ചത്. ഈ ഒരു ഹൊററിൽ ഇയാൾ എന്ത് ചെയ്യുകയാണ്, ഇയാളുടെ കണ്ണുകൾ ഇയാൾ തന്നെ ബ്ലൈൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അമ്മ ഇതറിയുമ്പം അമ്മ തൂങ്ങി മരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഈഡിപ്പസിനെ തീബ്സ് എന്നുള്ള സ്ഥലത്ത് നിന്ന് ബാനിഷ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ മകളായിട്ടുള്ള ആൻറ്റിഗണിയുമായിട്ട് വോണ്ടർ ചെയ്ത് നടക്കുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ട് അയാൾ അവസാനം മരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് ഇതിൻ്റെ സ്റ്റോറി. അപ്പോൾ ഇതിനകത്തുള്ള പെരിപ്പീറ്റിയം ആൻഡ് എഗ്നോറിസിസും എന്താണ്? പെരിപ്പീറ്റിയ എന്ന് വെച്ചാൽ ഇയാളുടെ ഫോർച്യൂൺ മാറി മറിയുകയാണ് ചെയ്യുന്നത്. ആദ്യമേ പിന്നെന്താണ് അച്ഛനും അമ്മയും കൊണ്ട് കളയുന്നു, അവിടെ വെച്ച് വീണ്ടും ഫോർച്യൂൺ മാറുവാണ്, പിന്നെ ആരോടെ വളർത്തിയെടുക്കുന്നു, തിരിച്ച് വീണ്ടും അച്ഛനെ കൊല്ലുന്നു. കണ്ടോ, ആ ഒരു ഫെയ്റ്റ് മാറി മാറി വരുവാണ്. അതാണ് പെരിപ്പീറ്റിയ എന്ന് പറയുന്നത്. ഫോർച്യൂൺ റിവേഴ്സലാവുകയാണ്. രാജാവാകുന്നു, കല്യാണം കഴിക്കുന്നു അമ്മ, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇയാൾ എന്ത് ചെയ്യാണ്, ഭിക്ഷക്കാരനായിട്ട് ഇയാളെ ബാനിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് കണ്ടോ ആ ഒരു ഹൈ ലോ ഹൈ കണ്ടോ, അതാണ് സംഭവം. അനഗ്നോറിസ്, ഇയാളുടെ ഡിസ്കവറി എന്താണ് ഇതിനകത്ത്? ട്രൂ പാരൻറ്റേജ് ഡിസ്കവർ ചെയ്യുന്നതാണ് ഇയാളുടെ അനഗ്നോറിസിസ് എന്ന് പറയുന്നത്. അതായത് അച്ഛനെ കൊന്നതും അമ്മയാണ് കല്യാണം കഴിച്ചതെന്ന് ഇയാൾ റിയലൈസ് ചെയ്യുന്ന ആ ഒരു മൊമെൻ്റ് ആണ് ഈ ഒരു ഡ്രാമയ്ക്കകത്തുള്ള അനഗ്നോറിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രാജഡിക്കകത്ത് ഈ 2 എലിമെൻസും ഉണ്ടായിരിക്കണം. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ സോഫോക്ലിസ് എന്നുള്ള റൈറ്ററിൻ്റെ ഈഡിപ്പസ് റെക്സ് ആണ്. ഓക്കെ, ഇനി ഒരു ട്രാജിക് ഹീറോ എങ്ങനെ ആയിരിക്കണം? നമ്മുടെ ട്രാജഡിയിലെ ഹീറോ എങ്ങനെ ആയിരിക്കണം? അയാൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിൻ്റെ മൈൻഡിൽ പിറ്റി അല്ലെങ്കിൽ സിമ്പതി അല്ലെങ്കിൽ ഫിയർ ഉണ്ടാക്കിയെടുക്കാൻ കഴിവുള്ളൊരു ക്യാരക്ടറായിരിക്കണം. ട്രാജിക് ഹീറോ എന്ന് പറയുന്ന അയാളുടെ ആക്ഷൻസ് എന്ന് പറയുന്നത് എപ്പോഴും നോബിളായിരിക്കണം. ഇതേ എഫക്റ്റ് തന്നെ സ്പെക്ടേറ്റേഴ്സിലും, അതായത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളിലും വരുത്താൻ ശ്രമിക്കുക. പിന്നെ നല്ല ഒരു ഗുഡ് മാൻ ആകരുത്. കുറച്ച് പ്രശ്നങ്ങൾ, കുറച്ച് നെഗറ്റീവ് ഷെയ്ഡ്സ് ഉള്ള ഒരാളായി മാറണം. എന്നാലേ അതായത് ഒരു ട്രാജഡിയുടെ ഹീറോ എന്ന് പറയുമ്പം അയാളുടെ ക്യാരക്ടറിൽ ഒരു കുറച്ച് പോസിറ്റീവ് ഷെയ്ഡ്സും കുറച്ച് നെഗറ്റീവ് ഷെയ്ഡ്സും ഉണ്ടായിരിക്കണം. കാരണം അയാളുടെ ആക്ഷൻ കൊണ്ട് വേണം അയാൾ താഴെ വീഴാൻ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈഡിപ്പസിൻ്റെ ആക്ഷൻ കൊണ്ടാണ് ഒരു രാജാവായിട്ട് താഴെ വീണത്, ഒരു ഭിക്ഷക്കാരനെ പോലെ അലഞ്ഞിരിഞ്ഞ് ബ്ലൈൻഡായിട്ട് നടക്കാൻ വിധിയായത്. അപ്പം അയാൾക്ക് പോസിറ്റീവ് ഷെയ്ഡ്സും വേണം, നെഗറ്റീവ് ഷെയ്ഡ്സും വേണം. എന്നാലേ അയാളുടെ ആ ഒരു ഫോൾ ഉണ്ടല്ലോ, ട്രാജിക് ഫോൾ, FALL, അത് എന്നാലേ ഓഡിയൻസിന് അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ പ്രോസ്പെരിറ്റിയിൽ നിന്ന് അഡ്വേഴ്സിറ്റിയിലോട്ട് അയാളുടെ ആ ഒരു വീഴ്ച വേണം. പിന്നെ സിമിലർലി അതുപോലെ തന്നെ എന്താണ്, അയാളൊരു ബാഡ് മാൻ മാത്രമായി മാറുകയും ചെയ്യരുത്. അയാളൊരു അട്ടർ വില്ലനും ആകരുത്. ഗുഡ് മാനും ആയിരിക്കണം, ബാഡ് മാനും ആയിരിക്കണം. ക്യാരക്ടർ എന്ന് പറയുന്നപ്പം ഇതാണ് ട്രാജിക് ഹീറോയ്ക്ക് വേണ്ടുന്ന ക്യാരക്ടർ. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് മിസ്ഫോർച്യൂൺ ഇയാളുടെ ലൈഫിൽ ഉണ്ടായിട്ട്, അതായത് ഒരു കൈൻഡ് ഓഫ് എറർ ഉണ്ടാവണം, ഒരു കൈൻഡ് ഓഫ് മിസ്റ്റേക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മുടെ സോഫോക്ലിസിൻ്റെ ഈഡിപ്പസ് റെക്സിനകത്ത് അങ്ങനെ ഒരു മിസ്റ്റേക്കാണ് വന്നത് അല്ലേ. അയാൾ അറിയാതാണ് കല്യാണം കഴിച്ചത്, അച്ഛനെ കൊന്നതുമൊക്കെ അമ്മയെ കല്യാണം കഴിച്ചതൊക്കെ. ആ ഒരു മിസ്റ്റേക്ക് വെച്ചിട്ട് വേണം ഇയാളുടെ ഫെയ്റ്റ് അടിമുടി മാറാൻ. ആ ഒരു മിസ്റ്റേക്കിനെയാണ് അല്ലെങ്കിൽ ആ എററിനെയാണ് നമ്മൾ ഹമേർഷ്യ എന്ന് പറയുന്നത്. HAMARTIA. ഹമേർഷ്യ എന്ന് പറയുന്നത് ട്രാജിക് ഫ്ലോ അല്ലെങ്കിൽ എറർ ഓഫ് ജഡ്ജ്മെൻറ്റ്. അതായത് ഈ ക്യാരക്ടറിന് ഉണ്ടാകുന്ന ഒരു കൈൻഡ് ഓഫ് അതായത് ഇയാളുടെ തന്നെ ഒരു സ്വഭാവത്തിനുണ്ടാകുന്ന ഒരു ഫ്ലോ ഉണ്ടല്ലോ, അതായത് ഒരു എറർ ഉണ്ടല്ലോ. അപ്പം ഇയാൾ ഇതറിയാതെ കൊന്നു കളഞ്ഞില്ലേ അച്ഛനെ, അമ്മയും കല്യാണം കഴിച്ചില്ല, അത് അറിയാതുള്ളൊരു കാര്യമാണ്. അതാണ് ഇയാളുടെ ട്രാജിക് ഫ്ലോ എന്ന് പറയുന്നത്. ഇയാൾ എങ്ങനെ അറിഞ്ഞത്, ശരിക്കും പറഞ്ഞാൽ ഇയാൾ എങ്ങനെ അറിഞ്ഞു? ഇയാൾ ഇതിൻ്റെ പുറകെ ട്രൂ പേരൻസ് ആരാണ് അല്ലെങ്കിൽ ഈ രാജാവിനെ ആരാ കൊന്നതെന്ന് അറിയാൻ വേണ്ടി പോയപ്പോഴാണ് ഇതറിഞ്ഞത്. ഇയാളാണ് കൊന്നതെന്നും അമ്മ ഇയാളാണ് കല്യാണം കഴിച്ചതെന്നും അല്ലേ. അപ്പം അതാണ് അയാളുടെ ട്രാജിക് ഫ്ലോ എന്ന് പറയുന്നത്. ഇയാൾ ഇതിനു വേണ്ടി തേടി അന്വേഷിച്ചങ്ങ് നടന്നു, ട്രൂ പാരൻറ്റേജ് തിരക്കിയും ഇതുപോലെ ആരാണ് രാജാവിനെ കൊന്നതെന്ന് തേടി നടന്നപ്പോഴാണ് ഇയാൾ ഈ സത്യം അറിയുന്നത് അല്ലേ. അതാണ് അയാളുടെ ട്രാജിക് ഫ്ലോ എന്ന് പറയുന്നത്. അതിനെയാണ് വിളിക്കുന്നത് ഹമേർഷ്യ. ഓക്കെ, ഇനി കഥാർസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാജഡിയും ഓഡിയൻസിൻ്റെ മൈൻഡിലും ഉണ്ടാക്കേണ്ട പിറ്റി അല്ലെങ്കിൽ ഫിയർ, അല്ലെങ്കിൽ ആ ഹീറോ സഫർ ചെയ്യുമ്പോൾ നമ്മളും സഫർ ചെയ്യുക, ഹീറോ ഫിയർ ചെയ്യുമ്പോൾ നമ്മളും ഫിയർ ചെയ്യുക. അപ്പം ഹീറോയ്ക്ക് ഉണ്ടാകുന്ന ആ ഒരു ട്രാജഡി നമ്മുടെ മൈൻഡിലും ഉണ്ടാവുക. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഇമോഷൻസ് എല്ലാം പ്യൂരിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. നമ്മുടെ മൈൻഡിലുള്ള
ഉള്ളിലുള്ള എക്സസീവ് ആയിട്ടുള്ള ഫീലിങ്സ് എല്ലാം പുറത്തോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്യൂരിഫിക്കേഷൻ പ്രോസസ്സിനെയാണ് കഥാർസിസ് എന്ന് പറയുന്നത്. ഇമോഷൻസിനെ പ്യൂരിഫൈ ചെയ്യുന്നു, പ്യൂരിഫിക്കേഷൻ ഓഫ് ഇമോഷൻസ്. അപ്പം അത് ഒരു കൈൻഡ് ഓഫ് ഇമോഷണൽ റെസ്പോൺസ് ഓഡിയൻസിൻ്റെ മൈൻഡിൽ ഉണ്ടാക്കുന്നു. നമ്മളത് കാണുമ്പോൾ നമുക്കൊരു ഇമോഷൻസ് ഉണ്ടാവും. നമ്മൾ കരയുന്നു, നമ്മൾ ചിരിക്കുന്നു, നമ്മളുടെ ഉള്ളിൽ പേടിയാവുന്നു. സോ നമ്മുടെ മൈൻഡിലുള്ള എല്ലാ ഇമോഷൻസിനും ഒരു ഔട്ട്ലെറ്റാണ് ട്രാജഡി ഉണ്ടാക്കേണ്ടത്. അതാണ് കഥാർസിസ് എന്ന് പറയുന്നത്. ആ ഒരു ഇമോഷൻസ് എല്ലാം പുറത്ത് പോകുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു. നെക്സ്റ്റ് ഹൊറസ് എന്നുള്ള ലിറ്ററി ക്രിട്ടിക്കിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അഗസ്റ്റൻ ഏജിൻ്റെ സമയത്താണ് ഹൊറസൊക്കെ പ്രോമിനൻറ്റ് റൈറ്ററായിട്ട് അല്ലെങ്കിൽ പ്രോമിനൻറ്റ് ക്രിട്ടിക്കായിട്ട് നിന്നത്. അഗസ്റ്റൻ ഏജിനെ ഗോൾഡൻ ഏജ് ഓഫ് പോയട്രി ആൻഡ് ഗോൾഡൻ ഏജ് ഓഫ് ക്രിറ്റിസിസം എന്നാണ് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് അഗസ്റ്റൻ ഏജിനെ ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത്? അഗസ്റ്റസ് സീസർ എന്ന് പറഞ്ഞ റൂളർ ആർട്ടിനെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ പേട്രണൈസ് ചെയ്യുന്നൊരു മനുഷ്യനായിരുന്നു. ആ സമയത്ത് വളരെ പീസും അല്ലെങ്കിൽ വോർ പോലുള്ള കാര്യങ്ങളൊന്നും ഈ അഗസ്റ്റൻ ഏജിൽ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നാഷണലിസം പോലെയുള്ള ഫീലിങ്സ് ഒക്കെ ഇങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കുന്ന സമയമായിരുന്നു. സോ അഗസ്റ്റൻ ഏജിനെ ഗോൾഡൻ ഏജ് ഓഫ് പോയട്രി ആൻഡ് ക്രിറ്റിസിസം അതുകൊണ്ടാണ് വിളിക്കുന്നത്. ആ ഒരു പീരീഡിലാണ് വിർജിൽ, ഓവിഡ്, ഹൊറസ് എന്നുള്ള ആളുകളൊക്കെ ജീവിച്ചിരുന്നതും എഴുതിയിരുന്നതും. ഹൊറസിൻ്റെ പോയട്രി എന്ന് പറയുമ്പോൾ എന്താണ്? അദ്ദേഹത്തിൻ്റെ പോയട്രിയിലൂടെയാണ് അദ്ദേഹം ക്രിറ്റിസിസം റൺ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ക്രിറ്റിസിസം എന്ന് പറയുന്നത് മാനേഴ്സിനെ കുറിച്ച്, മോറൽസിനെ കുറിച്ച്, പൊളിറ്റിക്സിനെ കുറിച്ച്, തോട്ടിനെ കുറിച്ചൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ക്രിറ്റിസിസം ഡീൽ ചെയ്തിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വർക്ക് എന്ന് പറയുന്നത് ആർട്ട് ഓഫ് പോയട്രി അല്ലെങ്കിൽ ആർസ് പോയറ്റിക്ക, ARS കേട്ടോ. പിന്നെ ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ഈ ആർട്ട് ഓഫ് പോയട്രി എന്നുള്ള വർക്കിൻ്റെ സബ്ജക്റ്റ് മാറ്റർ 3 പാർട്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ആദ്യത്തെ പാർട്ടിനെ പൊയസിസ് അല്ലെങ്കിൽ സബ്ജക്റ്റ് മാറ്റർ, പൊയമ അല്ലെങ്കിൽ ഫോം, പോയറ്റ അല്ലെങ്കിൽ പോയറ്റ്. ഇതാണ് 3 പാർട്സ് എന്ന് പറയുന്നത്. പൊയസസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് മാറ്ററുമായിട്ട് ഡീൽ ചെയ്യുന്നു. പോയമ എന്ന് പറയുന്ന ഫോം, ആ ഒരു വർക്ക് ഓഫ് ആർട്ടിൻ്റെ ഫോമുമായിട്ട് ഡീൽ ചെയ്യുന്നു, എങ്ങനെയാണ് എഴുതിയിരിക്കുന്നതെന്ന്. പോയറ്റ എന്ന് പറയുന്ന പോയറ്റിനെ കുറിച്ച് ഡീൽ ചെയ്യുന്നു. പൊയസസിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ പോയട്രി ഒരു ഇമിറ്റേഷൻ അല്ല എന്നാണ് ഹൊറസ് പറയുന്നത്. അതൊരു കൈൻഡ് ഓഫ് ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു അഡാപ്റ്റേഷൻ ആണെന്നാണ് പറയുന്നത്. പോയത്തിന് ഒരു കൈൻഡ് ഓഫ് ഓർഗാനിക് യൂണിറ്റി ഉണ്ടായിരിക്കണം, അതായത് ഒരു ലോജിക്കൽ ഓർഡർ ഉണ്ടായിരിക്കണം. പോയറ്റിന് അയാളുടെ ഫാൻസിയിൽ ഇൻഡൾജ് ചെയ്തിട്ട് എന്ത് വേണമെങ്കിലും എഴുതാം, പക്ഷേ മോൺസ്റ്റേഴ്സിനെയോ അല്ലെങ്കിൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും എഴുതാൻ പാടില്ല. അതായത് വിശ്വസനീയമല്ലാത്ത കാര്യങ്ങൾ ചെയ്യരുത്, മോൺസ്റ്റേഴ്സിനെയും ക്രിയേറ്റ് ചെയ്യരുത് പോയട്രിയിലൂടെ. പർപ്പിൾ പാച്ച് എന്ന് പറഞ്ഞൊരു ടേമാണ് ഹൊറസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു വർക്ക് ഓഫ് ആർട്ടിലെ പർപ്പിൾ പാച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക്, ആ ഒരു വർക്കിനകത്തുനിന്ന് ഒരു പാസേജ് മാത്രം ഫേമസ് ആവുന്നു. അതായത് ഒരു പാസേജ് മാത്രം ബാക്കിയുള്ള പാസേജസിനെക്കാട്ടിലും അല്ലെങ്കിൽ ബാക്കിയുള്ള പേജസിനെക്കാട്ടിലും ഇങ്ങനെ എടുത്ത് വളരെ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുന്നു, എടുത്തെറിച്ച് നിൽക്കുന്നതെന്ന് നമ്മൾ പറയത്തില്ല. അതായത് ഇപ്പം ചില സിനിമകളിൽ ഒരു പ്രത്യേക സീൻ മാത്രം ഇങ്ങനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാം, അതായത് ഭയങ്കര ഇമോഷണലി ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന സീൻ അല്ലെങ്കിൽ വളരെ കോമിക് ആയിട്ടുള്ളൊരു സീൻ. നമ്മളിപ്പോൾ ഒരു സിനിമ എടുത്ത ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ എന്തെങ്കിലും ഒരു കാര്യം കാണും. അതുപോലാണ് ഒരു ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ഇങ്ങനെ വളരെയധികം ഇങ്ങനെ ബ്രില്യൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പാസേജ്, അതിനെയാണ് പർപ്പിൾ പാച്ച് എന്ന് പറയുന്നത്. അത് ഹൊറസാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു പാസേജ് ഇൻ ലിറ്ററി വർക്ക്, അതിനെയാണ് പർപ്പിൾ പാച്ച് എന്ന് പറയുന്നത്. ഇനി പോയട്രിയുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിരിക്കണം, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ലാംഗ്വേജ് ഓഫ് പോയട്രി കോമൺ പീപ്പിളിൻ്റെ ലാംഗ്വേജ് ആയിരിക്കണം, അതായത് സിമ്പിൾ ലാംഗ്വേജിൽ വേണം, അവർക്ക് മനസ്സിലാവണം. പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്? വേർഡ്സിൻ്റെ ചോയ്സസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് മോഡറേറ്റ് ആയിട്ടുള്ള സിമ്പിൾ വേർഡ്സ്, കുറച്ച് പാടുള്ള വേർഡ്സ്, അങ്ങനെയുള്ള രീതിയിൽ വേണം യൂസ് ചെയ്യാൻ. പോയറ്റിന് പുതിയ വേർഡ്സ് യൂസ് ചെയ്യാം, പിന്നെ പഴയ വേർഡ്സിനെ റിവൈവ് ചെയ്തെടുക്കാം. അത് ആബ്സല്യൂട്ടായിട്ട് നെസസറി ആയിട്ട് വരുന്ന സമയങ്ങളിൽ മാത്രം ചെയ്യുക. ഇനി എപ്പിക് പോയട്രി, ഇനി അദ്ദേഹം പറയുന്നത് എപ്പിക് പോയട്രിയെ കുറിച്ചാണ്. എപ്പിക് പോയട്രി അയാംബിക് പെൻറ്റമീറ്റർ എന്നുള്ള ആ ഒരു മീറ്റർ തന്നെ യൂസ് ചെയ്യുക. പിന്നെന്താണ് പറയുന്നത്? ഈ പോയംസ് ഓഫ് കംപ്ലൈൻറ്റ് നമ്മൾ എഴുതുമല്ലോ, കംപ്ലൈനിങ് പോയംസ് കാണുമല്ലോ, അതിനൊക്കെ എലിജിയുടെ വേർഡ്സ് തന്നെ എഴുതാൻ ശ്രമിക്കുക, വേർഡ്സ് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. എലിജിയുടെ വേർഡ്സ് VERSE, എലിജിയുടെ ആ ഒരു മീറ്റർ അല്ലെങ്കിൽ റൈം തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ട്രാജഡിക്കാണെങ്കിലും കോമഡിക്കാണെങ്കിലും അയാംബിക് വേർഡ്സ് തന്നെ എഴുതാൻ ശ്രമിക്കുക. VERSE ആണ് അയാംബിക് എന്ന് വെച്ചാൽ മറ്റേ മീറ്ററിൻ്റെ കാര്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി പോയമ എന്ന് വെച്ചാൽ എന്താണ്? ഡ്രാമയെക്കുറിച്ചാണ് ഇവിടെ. ഡ്രാമ അതായത് എങ്ങനെയാണ് ഒരു കൈൻഡ് ഓഫ് ഫോം ഓഫ് പോയട്രി ആയിരിക്കുന്നത്. ഡ്രാമയുടെ അല്ലെങ്കിൽ പ്ലോട്ട് എങ്ങനെ ആയിരിക്കണം? ഓൾഡ് ആയിരിക്കണം, ഫെമിലിയർ സ്റ്റോറി ആയിരിക്കണം. ന്യൂ തീംസിനെ ഇൻവെൻറ്റ് ചെയ്യാം, പക്ഷേ സക്സസ്ഫുൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി മാത്രമാണ് അത് യൂസ് ചെയ്യേണ്ടത്. പ്ലോട്ട് തുടങ്ങേണ്ടത്, അതായത് ഒരു ഡ്രാമ തുടങ്ങേണ്ടത് എന്താ പറയുക, ഇപ്പം നമ്മൾ ചില സിനിമകൾ എടുത്ത് നോക്കുമ്പോൾ ക്ലൈമാക്സിൽ നിന്ന് തുടങ്ങും,
ചില സിനിമകൾ എടുത്ത് നോക്കുമ്പം ആ സിനിമയുടെ തന്നെ മെയിൻ പ്രശ്നത്തിനകത്തുനിന്നായിരിക്കും ഫസ്റ്റ് സീൻ തുടങ്ങുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കണം ഡ്രാമ. ഇൻ ദ മിഡിൽ ഓഫ് തിങ്സ് അല്ലെങ്കിൽ മീഡിയ റസിൽ നിന്ന് വേണം ഒരു ഡ്രാമ സ്റ്റാർട്ട് ചെയ്യാൻ. അതായത് ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ നല്ല കാര്യങ്ങൾ കാണിച്ച് പിന്നെ അങ്ങനല്ല, ഒരു പ്രോബ്ലത്തിൽ നിന്ന് തന്നെ, അതായത് ഒരു മിഡിൽ പോർഷനിൽ നിന്ന് തന്നെ ഡ്രാമ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഇനി കോമിക് തീംസ് എന്ന് പറയുന്നത് എന്താണ്? ഈ ട്രാജഡിയിലൊന്നും അധികം അങ്ങനെ യൂസ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ്. ട്രാജിക് തീംസും അതുപോലെ തന്നെ എന്താണ് ഈ കോമഡിയുടെ ഇടയിൽ യൂസ് ചെയ്യരുത്. എന്ന് വെച്ചാൽ ആ മിക്സ് വേണ്ട. ക്യാരക്ടറൈസേഷൻ്റെ കാര്യം പറയുവാണെങ്കിൽ പോയറ്റ് എഴുതുന്ന കാര്യങ്ങൾ ലൈഫുമായിട്ട്, അതായത് പോയറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ട്രൂ ടു ലൈഫ് ആയിരിക്കണം, ലൈവ്ലി ക്യാരക്ടേഴ്സ് ആയിരിക്കണം, ക്യാരക്ടേഴ്സ് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ചിൽഡ്രൻ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു ക്യാരക്ടർ ഒരു 10-25 വയസ്സുണ്ടെങ്കിൽ ആ ഏജിനനുസരിച്ച് പെരുമാറാൻ ശ്രമിക്കുക. കുട്ടികളുടെ ക്യാരക്ടർ ആണെങ്കിൽ അതുപോലുള്ള പെരുമാറാൻ ശ്രമിക്കുക. അപ്പം കുട്ടികളെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആംഗ്രി ആവുന്നു, വളരെ പെട്ടെന്ന് കൂളാവുന്നു. ബോയ്സ് എന്ന് പറയുമ്പോൾ ഹൈ സ്പിരിറ്റഡ് ആണ്. അപ്പം അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിന് വെക്കുമ്പോൾ അങ്ങനെയുള്ള ബിഹേവിയറും തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അഗ്ലി അല്ലെങ്കിൽ ഹൊറിബിൾ ഇൻസിഡൻസ് എന്ന് പറയുന്നത് അത് ഓഫ് സ്റ്റേജിൽ കാണിച്ചാൽ മതി, ഓൺ സ്റ്റേജിൽ കാണിക്കേണ്ട. ഇപ്പം വയലൻസ് അല്ലെങ്കിൽ ആരെങ്കിലും കൊല്ലുന്നൊരു സീൻ വരുവാണെങ്കിൽ അത് ഓഫ് സ്റ്റേജിൽ പറഞ്ഞാൽ മതി, ബാക്ക്ഗ്രൗണ്ടിൽ അത് നടന്നു എന്ന് കാണിക്കുന്നതായിരിക്കും നല്ലത്. ഓൺ സ്റ്റേജിൽ അത് കാണിക്കേണ്ട കാര്യമില്ല. പ്ലേക്ക് മോർ ഓർ ലെസ് ദാൻ 5 acts തന്നെ വേണം. പിന്നെന്താ, 3 ക്യാരക്ടേഴ്സ് ഒറ്റ സീനിൽ കൂടാൻ പാടില്ല. ഓക്കെ. ഗോഡ്സിന് ആക്ഷൻസിൽ ഇൻ്റർവീൻ ചെയ്യാം. അത് അബ്സല്യൂട്ട് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ മാത്രം, എസെൻഷ്യൽ ആണെങ്കിൽ മാത്രം. കോറസ് പ്ലേക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. കമൻറ്റേറ്റേഴ്സായിട്ട് കോറസ് ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുമല്ലോ, അത് ഇമ്പോർട്ടൻ്റ് ആണെന്നും, അതായത് വേണം എന്നുണ്ടെങ്കിൽ ആ പ്ലേക്കകത്ത് ദൈവങ്ങളെയൊക്കെ ക്യാരക്ടേഴ്സായിട്ട് കൊണ്ടുവരികയും ചെയ്യാം. അത് അബ്സല്യൂട്ട്ലി നെസറി ആണെങ്കിൽ മാത്രം. പോയറ്റ എന്ന് പറയുന്നത് എന്താണ്? പോയട്രി എന്ന് പറയുന്നത് വളരെ ഹാർഡ് വർക്കിൻ്റെ ഔട്ട്കമാണ്. ഇപ്പോൾ പോയം എഴുതി നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതിന് മുന്നേ ഒരുപാട് കാര്യങ്ങൾ റിവൈസ് ചെയ്ത് മിസ്റ്റേക്കുകളെല്ലാം മാറ്റിയിട്ട് വേണം ചെയ്യാൻ. പോയിട്ട് ഒരിക്കലും ഒരു ഹറിയിലായിരിക്കരുത് വർക്ക്സ് പബ്ലിഷ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ. പിന്നെ ഒരു ഡീക്കേഡെങ്കിലും നമ്മൾ ഒരു പോയം വെച്ചുകൊണ്ടിരിക്കണം എന്നാണ് ആര് പറയുന്നത്? ഹൊറസ് പറയുന്നത്. അത്രയധികം എഡിറ്റിംഗ് പ്രോസസ്സ് നമ്മൾ ചെയ്യണം. പോയറ്റ് ആളുകളെയും മാനേഴ്സിനെയും എല്ലാം നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുന്നൊരു മനുഷ്യനായിരിക്കണം. ഫങ്ഷൻ ഓഫ് പോയട്രി എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഡിലൈറ്റിനും ടീച്ചിനും വേണ്ടിയായിരിക്കണം. പോയട്രി ഇൻസ്ട്രക്റ്റ് ചെയ്യുകയും പ്ലീസ് ചെയ്യുകയും വേണം, ഒരുപോലെ ഉപദേശിക്കുകയും വേണം, എന്നാൽ ആളുകൾക്ക് പ്ലീസിങ്ങും ആയിരിക്കണം. പ്ലീസിങ്ങിൻ്റെ കാര്യം വേണമെന്നുള്ളത് കൊണ്ട് റൊമാൻറ്റിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യരുത്, പ്ലീസിങ് ആകണം എന്ന് വിചാരിച്ചുകൊണ്ട്. ഓക്കെ. പിന്നെ പോയട്രിയിൽ ഉണ്ടാകുന്ന മൈനർ ഫോൾട്ടുകൾ അല്ലെങ്കിൽ തെറ്റുകുറ്റങ്ങളൊക്കെ ഫൊർഗീവൺ ആണ്, അതൊക്കെ ക്ഷമിക്കാം നമുക്ക്. പക്ഷേ എന്നാലും പോയറ്റ് മാക്സിമം ഫോൾട്സ്, അതായത് മിസ്റ്റേക്കുകൾ അവോയ്ഡ് ചെയ്യണം. ഗ്രേറ്റ് പോയറ്റ്സ് എന്ന് പറയുന്നത് ഗ്രേറ്റ് പ്രോഫറ്റ്സും കൂടിയാണ്. സോ പോയറ്റ് വളരെ എന്താ പറയുക, അങ്ങനെ ഒരു ഡിവൈൻ ആയിട്ടുള്ള രീതിയിൽ വേണം പോയട്രിയെ കാണാൻ. അതിൽ മാത്രമല്ല പോയറ്റ് എപ്പോഴും പ്രൗഡും ആയിരിക്കണം അയാളുടെ വർക്ക്സിൽ ഒരിക്കലും അഷെയിംഡായി മാറാൻ പോയിട്ട് ഒരിക്കലും സമ്മതിക്കരുത്. പിന്നെന്താണ്, ഈ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞ കാര്യത്തിനെ പുച്ഛിച്ച് തള്ളുകയാണ് ആര്? നമ്മുടെ ഹൊറസ് എന്ന് പറയുന്ന ആൾ. അദ്ദേഹം ഇൻസ്പിറേഷനെ അബ്സേർഡ് എന്നാണ് വിളിക്കുന്നത്. പിന്നെന്താണ്, ഓക്കെ, കൺക്ലൂഷനകത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഈ അതായത് ഈ ഒരു വർക്ക്, അതായത് നമ്മുടെ ഈ ഹാർസ് പോയിറ്റിക്ക എന്നുള്ള വർക്ക് എൻഡ് ചെയ്യുന്നത് പിന്നെ ഒരു മാഡ് പോയറ്റിനെ കളിയാക്കിക്കൊണ്ടാണ്. മാഡ് പോയറ്റ്സ് എങ്ങനെ ആയിരിക്കും, അതിനെ ഒരു സറ്ററിക്കലി പോർട്രേ ചെയ്തുകൊണ്ടാണ് ഇത് തീരുന്നത്. കൺക്ലൂഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൊറസ് പറയുന്നത് ഗ്രീക്ക് ആർട്ടിൻ്റെ ആ ഒരു ക്ലാസിക്കൽ സുപ്രീമസിയെ കുറിച്ചാണ് പറയുന്നത്. ലിറ്ററി ക്രിറ്റിസിസത്തിൽ പുതിയ ഒരു ഫേസ് കൊണ്ടുവന്നത് ഹൊറസാണ്. നെക്സ്റ്റ് വരുന്നത് ലോഞ്ചൈനസ് ആണ്. ലോഞ്ചൈനസ് ഒരു ലിറ്ററി ക്രിട്ടിക് ആകുന്നത് എങ്ങനെ? അപ്പോൾ ലോഞ്ചൈനസ് ഒരു ഗ്രീക്ക് റിട്ടോറീഷ്യനാണ്, അതായത് നല്ലപോലെ ഒറേറ്ററാണ്, നല്ലപോലെ സംസാരിക്കുന്ന ആളാണ്. പിന്നെ അലക്സാണ്ടർ പോപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ക്രിട്ടിക്കാണ് ലോഞ്ചൈനസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സബ്ലിമിറ്റി എന്നുള്ള കോൺസെപ്റ്റാണ്. ആ സബ്ലിമിറ്റി എന്നുള്ള കോൺസെപ്റ്റാണ് റൊമാൻറ്റിസിസത്തിലോട്ട് വഴിതിരിച്ച് വിട്ടത്. ഓക്കെ. അദ്ദേഹത്തിൻ്റെ മേജർ ഇമ്പോർട്ടൻ്റ് വർക്ക് എന്ന് പറയുന്നത് ഓൺ ദി സബ്ലൈം എന്നുള്ളതാണ്. ലോഞ്ചൈനസിൻ്റെ ഓൺ ദി സബ്ലൈം എന്നുള്ള വർക്കിനെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത് ജോൺ ഹോൾ എന്നുള്ള റൈറ്ററാണ്. അത് 1652 ഇനി ഈ സബ്ലിമിറ്റി അല്ലെങ്കിൽ സബ്ലൈം എന്ന് വെച്ചാൽ എന്താണ്? സബ്ലിമിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കാര്യം എക്സ്പ്രസ് ചെയ്യുവാണ്, അതിനെ അതിൻ്റെ മാക്സിമത്തിൽ അല്ലെങ്കിൽ വളരെ എക്സലൻ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നു. ആ എക്സലൻസിൻ്റെ എക്സ്പ്രഷനെയാണ് നമ്മൾ സബ്ലിമിറ്റി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു റൈറ്റ് മൊമെൻറ്റിൽ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെക്കുകയാണ്, അതിനെ നമുക്ക് സബ്ലിമിറ്റി എന്ന് വിളിക്കാം. അപ്പം ഇനി ഈ സബ്ലിമിറ്റിയെ തകർക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബോംബാസ്റ്റ് അല്ലെങ്കിൽ പെഡൻട്രി.
ബോംബാസ്റ്റ് അല്ലെങ്കിൽ പെഡൻട്രി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഹൈ ലാംഗ്വേജസ് ഒക്കെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഭയങ്കര ഈ എംബലിഷ് ആയിട്ടുള്ള വേർഡ്സും ലാംഗ്വേജസും യൂസ് ചെയ്യുന്നത്, അതായത് ഹൈ സ്റ്റൈൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ചൈൽഡിഷ്നെസ്, അതായത് നമ്മൾ എന്താ പറയുന്ന ഒരു കെയർലെസ് ആയിട്ടുള്ള രീതിയിൽ എഴുതുന്നത്. പിന്നെ എംപ്റ്റി പാഷൻസ്, അതായത് ഒരു ഒട്ടും പാഷൻ ഇല്ലാതെ കുറച്ച് ഫേക്ക് ആയിട്ടുള്ള രീതിയിൽ എഴുതുന്നത്. ഫ്രിജിഡിറ്റി അല്ലെങ്കിൽ ലാക്ക് ഓഫ് പാഷൻസ്. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ട്രൂ സബ്ലിമിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ് വരുന്നത്, ഹൈ ഐഡിയാസിൽ നിന്നും ഹൈ ലാംഗ്വേജിലും ആയിരിക്കണം. ഹൈ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആളുകൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലും, പക്ഷേ എന്താണ് കുറച്ചൊരു എക്സലൻ്റ് ആയിട്ടുള്ള രീതിയിലും കുറച്ചൊന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലും വേണം നിൽക്കാൻ. ഓക്കെ, അല്ലാതെ ഹൈ ലാംഗ്വേജും ഹൈ ഐഡിയാസ് എന്ന് വെച്ചാൽ വായിച്ചാൽ മനസ്സിലാവാത്ത രീതി എഴുതണം എന്നല്ല, കുറച്ച് നല്ല സബ്ലൈമായിട്ട് നല്ല സെറ്റിലായിട്ട് എഴുതി പോവുക. പിന്നെ സബ്ലിമിറ്റിയുടെ സോഴ്സസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് ഗ്രാൻഡിയർ ഓഫ് തോട്ട്, സെക്കൻഡ് വൺ പാഷൻ, തേർഡ് വൺ സ്കിമാറ്റ, ഫോർത്ത് വൺ ഫ്രേസസ്, ഫിഫ്ത്ത് വൺ കോമ്പോസിഷൻ. ഇനി ഗ്രാൻഡിയർ ഓഫ് തോട്ട് എന്ന് വെച്ചാൽ എന്താണ്? സബ്ലിമിറ്റി എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റ്, അതായത് ഇപ്പം എന്താ പറയുക, ഈ ഗ്രാൻഡിയർ ഓഫ് തോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡിയാസും കോൺസെപ്റ്റ്സിനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന ഐഡിയാസ് അല്ലെങ്കിൽ കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് വളരെ ഡീപ്പും വളരെ സിഗ്നിഫിക്കൻറ്റും ആയിരിക്കണം. അതായത് തോട്ട്സ് അല്ലെങ്കിൽ ഐഡിയാസ് വളരെ ഡീപ്പായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഗ്രാൻഡ് ആയിട്ടുള്ള ഐഡിയാസും തോട്ട്സും വേണം നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ. ഇനി സ്ട്രോങ് ഇമോഷൻസ് എന്നല്ലെങ്കിൽ പാഷൻ എന്ന് പറയുമ്പോൾ എന്താ പറയുക, നമ്മളെ ഡീപ്പായിട്ടും നമ്മുടെ മൈൻഡിൽ ജെന്യൂനായിട്ട് ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വേണം ഓതർ കൺവേ ചെയ്യാൻ. പിന്നെ അടുത്തതെന്താണ്, സ്കിമാറ്റ എന്ന് പറയുമ്പോൾ പ്രോപ്പറായിട്ടുള്ള ഫിഗർ ഓഫ് സ്പീച്ചും തോട്ടും യൂസ് ചെയ്യുക. ഫ്രേസസ് എന്ന് വെച്ചാൽ നോബിൾ ലാംഗ്വേജും നോബിൾ ഡിക്ഷനും യൂസ് ചെയ്യുക, അതായത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ലാംഗ്വേജും വേർഡ്സും യൂസ് ചെയ്യുക. കോമ്പോസിഷൻ എന്ന് വെച്ചാൽ നമ്മൾ എഴുതുന്ന കാര്യത്തിനൊരു ഹാർമണി അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഓർഡർ ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ ആ ആർട്ട് ഡെഫിനറ്റ് ആയിട്ടൊരു ഷേപ്പ് അതിന് കിട്ടുകയുള്ളൂ. പിന്നെ ലോഞ്ചൈനസ് പറയുന്നതെന്ന് വെച്ചാൽ പ്ലഷർ എന്ന് പറയുന്നതാണ് ആർട്ടിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത്. സ്കോട്ട് ജെയിംസ് ലോഞ്ചൈനസിനെ ഫസ്റ്റ് റൊമാൻറ്റിക് ക്രിട്ടിക് എന്ന് വിളിച്ചു. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മാത്യു ആർണൾഡ് ആസ് എ ലിറ്റററി ക്രിട്ടിക്കാണ്. അപ്പോൾ മാത്യു ആർണൾഡിനെ വെച്ച് നോക്കുമ്പോൾ മാത്യു ആർണൾഡ് ആസ് ഒരു മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഇംഗ്ലീഷ് ക്രിട്ടിക്കാണ്, വിക്ടോറിയൻ ഏജിലെ ക്രിട്ടിക്കാണ്. അദ്ദേഹത്തിൻ്റെ ക്രിറ്റിസിസം എന്ന് പറയുന്നത് മെയിൻലി 2 വർക്ക്സിനകത്താണ് കാണുന്നത്, പ്രിഫസ് ടു ദ പോംസിനകത്തും എസ്സേസ് ഇൻ ക്രിറ്റിസിസത്തിനകത്തും. പ്രിഫസ് ടു ദ പോംസ് 1853 പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള ക്രിറ്റിസിസത്തിൻ്റെ വോളിയൂംസ് എന്ന് പറയുന്നത് ഓൺ ട്രാൻസ്ലേറ്റിംഗ് ഹോമർ, ദ സ്റ്റഡി ഓഫ് കെൽറ്റിക് ലിറ്ററേച്ചർ, ഇതൊക്കെയാണ് ബാക്കിയുള്ള വർക്ക്സ്. പോയട്രിയിൽ ഗ്രാൻഡ് സ്റ്റൈൽ വേണം. പോയട്രി എന്ന് പറയുന്നതാണ് ലൈഫിൻ്റെ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. പോയട്രിയെക്കുറിച്ചുള്ള ഇദ്ദേഹത്തിൻ്റെ കോൺസെപ്ഷൻ എന്താണെന്ന് നോക്കാം. മാത്യു ആർണൾഡ് തിങ്ക് ചെയ്യുന്നത് പോയട്രി എന്ന് പറയുന്നൊരു കൈൻഡ് ഓഫ് സീരിയസ് ആയിട്ടുള്ളൊരു റെപ്രസെൻറ്റേഷനാണ്. അതല്ല, നമ്മുടെ എക്സലൻ്റ് ആയിട്ടൊരു ആക്ഷൻ്റെ സീരിയസ് റെപ്രസെൻറ്റേഷനാണ് പോയട്രി എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പിന്നെ എല്ലാ കാര്യങ്ങളും സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഹാപ്പൻ ചെയ്യുന്നത്. ആക്ഷൻ ആണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഹാപ്പൻ ചെയ്യാൻ. ബാക്കി എല്ലാ കാര്യങ്ങളും സബ്ജക്റ്റ് റെഡിയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആക്ഷൻ റെഡിയാണെന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം അതുപോലെ തന്നെ ഫോളോ ചെയ്ത് വരും എന്നാണ് പറയുന്നത്. ബാക്കിയെല്ലാം കറക്റ്റായിട്ട് ഓർഡറിലങ്ങ് വന്നോളൂ എന്നാണ് പറയുന്നത്. മോസ്റ്റ് എക്സലൻ്റ് ആക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? വളരെ പവർഫുള്ളായിട്ട് അപ്പീൽ ചെയ്യാൻ പറ്റുന്നതാണ് മോസ്റ്റ് എക്സലൻ്റ് ആക്ഷൻ എന്ന് ഇദ്ദേഹം പറയുന്നത്. അതായത് ഒരു വർക്ക് ഓഫ് ആർട്ടിൽ മോസ്റ്റ് എക്സലൻ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് നമുക്ക് പവർഫുൾ ആയിട്ടുള്ള രീതിയിൽ ഇമ്പാക്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് മോസ്റ്റ് എക്സലൻ്റ് ആയിട്ടുള്ള ആക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഒബ്ജക്റ്റ് ഓഫ് പോയട്രി എന്താണ്? എയിം ഓഫ് പോയട്രി എന്ന് പറയുന്നത് പ്ലഷറിന് വേണ്ടി അല്ലെങ്കിൽ എൻജോയ്മെൻറ്റിന് വേണ്ടിയുള്ളതാണ്. പിന്നെ ഇദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ഏൻഷ്യൻസ് ആർ സുപ്പീരിയർ ടു ദ ഇംഗ്ലീഷ്, അതായത് ഈ ഏൻഷ്യൻ കാലഘട്ടത്തിനെയാണ് ഇദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ. ക്ലാസിക്കൽ ഇതിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഗ്രേറ്റ് പോയട്രി എന്ന് പറയുന്നത് അതിനൊരു എക്സലൻ്റ് ആക്ഷൻ കാണും, ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് കാണും, അത് നമ്മളെ പ്ലീസ് ചെയ്യുകയും ചെയ്യും അല്ലെങ്കിൽ പ്ലഷർ നമുക്ക് തരികയും ചെയ്യും. ഈ പ്ലഷർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓർഗാനിക് യൂണിറ്റി ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഈ പ്ലഷർ ഡിറൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് മാത്യു ആർണൾഡ് പറയുന്നത്. ഇനി മാത്യു ആർണൾഡിൻ്റെ ഗ്രാൻഡ് സ്റ്റൈൽ ഓഫ് പോയട്രി എന്താണ്? പോയട്രിയിൽ ഗ്രാൻഡ് സ്റ്റൈൽ വേണം യൂസ് ചെയ്യാനെന്നുള്ള ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മാത്യു ആർണൾഡ് പറയുന്നത് ഗ്രീക്കിൻ്റെ ഗ്രാൻഡ് സ്റ്റൈൽ എന്ന് പറയുന്നതാണ് സുപ്പീരിയർ. അതായത് ഇംഗ്ലീഷുകാരുടെ റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ കുറച്ച് കളർഫുൾ റൈറ്റിംഗ് സ്റ്റൈലാണ്.
ഗ്രീക്കിൻ്റെ, അതായത് ഗ്രീക്ക് റൈറ്റേഴ്സിൻ്റെ റൈറ്റിംഗ് സ്റ്റൈലാണ് വളരെ ഗ്രാൻഡ്. സോ അതാണ് സുപ്പീരിയർ എന്ന് പറയുന്നത്. ഹോമർ എന്ന് പറയുന്ന ആ ഒരു റൈറ്ററിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് ഗ്രാൻഡ് സ്റ്റൈൽ എന്നാണെന്നാണ് മാത്യു ആർണൽഡ് വിളിക്കുന്നത്. ഇനി ഇതുപോലെ 3 പേരേ ഉള്ളൂ ഗ്രാൻഡ് സ്റ്റൈൽ ഉള്ളത്: ഹോമർ, ഡാൻറ്റെ ആൻഡ് മിൽട്ടൺ. ഇവർക്ക് 3 പേരുടെയും സ്റ്റൈലിനെയാണ് ഗ്രാൻഡ് സ്റ്റൈൽ എന്ന് മാത്യു ആർണൽഡ് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഹോമറിൻ്റെ വർക്ക്സ് ഒക്കെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തതെല്ലാം അൺസാറ്റിസ്ഫാക്ടറി ആണെന്നാണ് ആർണൽഡ് പറയുന്നത്. പിന്നെ ഹോമറിനെ കുറിച്ച് ഐഡിയ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മിൽട്ടണെ വായിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗ്രാൻഡ് സ്റ്റൈൽ പോയട്രിയിലാണ് റൈസ് ചെയ്യേണ്ടത്. പോയട്രിയിൽ അതായത് ഒരു നോബിളായിട്ടുള്ള കാര്യത്തിനെക്കുറിച്ച് പറയുക, പിന്നെന്താണ് സിമ്പിളായിട്ട് പറയുക, പക്ഷേ സീരിയസ് സബ്ജക്റ്റ് ആയിരിക്കണം. ഇനി ക്രിറ്റിസിസം ഓഫ് ലൈഫ് എന്ന് എന്തുകൊണ്ടാണ് പോയട്രിയെ പറഞ്ഞത്? അപ്പം ലിറ്ററേച്ചറിൻ്റെ എൻഡ് അല്ലെങ്കിൽ എയിം എന്ന് പറയുന്നത് ക്രിറ്റിസിസം ഓഫ് ലൈഫാണ്. ഇദ്ദേഹത്തിൻ്റെ ഫേമസ് എസ്സേ ആയിട്ടുള്ള സ്റ്റഡി ഓഫ് പോയട്രിക്കകത്ത് അദ്ദേഹം പോയട്രിയെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. പോയട്രി എന്ന് പറയുന്നത് ക്രിറ്റിസിസം ഓഫ് ലൈഫ് എന്ന് ഈ സ്റ്റഡി ഓഫ് പോയട്രി എന്നുള്ള ഫേമസ് എസ്സേയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ക്രിറ്റിസിസം ഓഫ് ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ലൈഫിലുള്ള നോബിളായിട്ടുള്ള ഡീപ്പായിട്ടുള്ള ഐഡിയാസ് ഉണ്ടല്ലോ, അതാണ് ലിറ്ററേച്ചറിലും കാണിക്കേണ്ടത്. ഇനി പോയറ്റിക് ട്രൂത്ത് എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഇദ്ദേഹം പറയുന്നത് പോയട്രിക്കകത്തൊരു ട്രൂത്ത് കാണണം, പോയറ്റിക് ബ്യൂട്ടി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. പോയറ്റിക് ട്രൂത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫിലുള്ള കാര്യങ്ങളുടെ അതേ സീരിയസ്നെസ്സും ട്രൂത്തും അതേ സബ്സ്റ്റൻസും മാറ്ററും തന്നെ ആയിരിക്കണം പോയട്രിയിലും കാണിക്കേണ്ടത്. പോയറ്റിക് ബ്യൂട്ടി എന്ന് വെച്ചാൽ വേർഡ്സിൻ്റെ കാര്യത്തിലും അത് എഴുതുന്ന മാനറിൻ്റെ കാര്യത്തിലും ഒരു ബ്യൂട്ടി ഉണ്ടായിരിക്കണം, ഒരു പെർഫെക്ഷൻ വേണം. അപ്പോൾ ഫങ്ഷൻ ഓഫ് പോയട്രി എന്ന് പറയുന്നത് എന്താണ്? ലൈഫിനെ അതുപോലെ തന്നെ കാണിക്കുകയും വേണം, എന്നാൽ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിലും വേണം. ഗ്രേറ്റ് പോയട്രി എന്ന് പറയുമ്പോൾ അതിനൊരു മോറൽ ഒരു ഡെപ്ത് കാണും. ഓക്കെ, മൊറാലിറ്റി കാണും. ഇനി പോയറ്റിനെ എങ്ങനെയാണ് ഇദ്ദേഹം ജഡ്ജ് ചെയ്യുന്നത്? മാത്യു ആർണൽഡ് പോയറ്റിനെ ജഡ്ജ് ചെയ്യുന്നത് ഈ മോറൽ ഡെപ്തിനെ ബേസ് ചെയ്തിട്ടാണ്. കീറ്റ്സിന് ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു മാജിക്കൽ റൈറ്റിംഗ് സ്റ്റൈലാണ് കീറ്റ്സിനുള്ളത്. അത് പക്ഷേ വളരെ എക്സസ് ആണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷേ മോറൽ ആയിട്ടുള്ള ഡെപ്ത് ഇതിനകത്ത് ഇല്ല കീറ്റ്സിൻ്റെ റൈറ്റിങ്ങിൽ. വേർഡ്സ്വർത്തിനാണെങ്കിൽ മോറൽ പ്രൊഫൗണ്ടിറ്റി അല്ലെങ്കിൽ മോറൽ ഡെപ്ത്നെസ് അത് നമ്മുടെ വേർഡ്സ്വർത്തിൻ്റെ പോയതിൽ നമുക്ക് കാണാൻ സാധിക്കും. ഷേക്സ്പിയറിന് 2 ക്വാളിറ്റീസും ഉണ്ട്. ഷെല്ലി എന്ന് പറയുന്നത് എന്താണ്? ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്നാൽ ഇൻഎഫക്ച്വൽ ആയിട്ടുള്ളൊരു ഏഞ്ചലായിട്ടാണ് കൺസിഡർ ചെയ്തേക്കുന്നത് മാത്യു ആർണൽഡ്. കോൾറിഡ്ജിനെ പോയിറ്റിനെയും ഫിലോസഫർ എന്നുമാണ് വിളിച്ചിരിക്കുന്നത്. പക്ഷേ ഓപ്പിയം അഡിക്റ്റഡ് ആണ് കോൾറിഡ്ജ്. ഓക്കെ, ബൈറൺ എന്ന് പറയുന്നത് സീരിയസ് ആയിട്ടുള്ള മാറ്ററുമായിട്ടൊന്നും ഡീൽ ചെയ്യത്തില്ല. ആ ഒരു സീരിയസ്നെസ് ബൈറൺ എന്നുള്ള ലോർഡ് ബൈറൻ്റെ വർക്കിനകത്ത് നമ്മൾ കാണത്തില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഓരോ പോയിന്റിനെ കുറിച്ചുള്ള ഇദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റ്സ്. ഇനി ലിറ്ററേച്ചറിനെ എങ്ങനെയാണ് ജഡ്ജ് ചെയ്യുന്നത്? ലിറ്ററേച്ചർ എന്ന് പറയുന്നത് എന്താണ്? ക്രിറ്റിസിസത്തിൻ്റെ മേജർ ഫംഗ്ഷൻ ആയിരിക്കണം. ലിറ്ററേച്ചറിൻ്റെ മേജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ക്രിറ്റിസിസം ആയിരിക്കണം. ഓക്കെ, വാല്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് അതിൻ്റെ മാറ്ററിലും സബ്സ്റ്റൻസിലും മാത്രമല്ല, അതിൻ്റെ മാനറിലും സ്റ്റൈലിലും ഉണ്ടായിരിക്കണം. പിന്നെ പേഴ്സണൽ എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ എസ്റ്റിമേറ്റ് നമുക്കൊരിക്കലും നമുക്ക് റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ വേണം നമ്മളെപ്പോഴും പോർട്രേ ചെയ്യാൻ. അല്ലാതെ അങ്ങനെ ഉണ്ടായിരുന്ന ഫിക്ഷണൽ ആയിട്ടുള്ള എലിമെൻറ്റ്സ് അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഈ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടൊന്നും നമുക്ക് വിശ്വസിച്ച് എഴുതാൻ പറ്റുകയില്ല. നമ്മൾ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ വേണം എപ്പോഴും പോർട്രേ ചെയ്യാൻ. പിന്നെ മാത്യു ആർണൽഡിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത് ടച്ച് സ്റ്റോൺ മെത്തേഡാണ്. അതായത് ഒരു വർക്ക് ഓഫ് ആർട്ടിൻ്റെ ഡെപ്തിനെ കുറിച്ച്, അതായത് വർക്ക് ഓഫ് ആർട്ടിൻ്റെ ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ക്വാളിറ്റിയെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, അതാണ് ടച്ച് സ്റ്റോൺ മെത്തേഡ്. ഇപ്പം നമ്മൾ എങ്ങനെ ഈ ടച്ച് സ്റ്റോൺ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വർക്ക് ഓഫ് ആർട്ടിനെ നമ്മൾ അനലൈസ് ചെയ്യാൻ പോവുകയാണ്, ഒരു വർക്കിനെ. അപ്പോൾ ആ വർക്കിനെ എന്ത് വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യും? ഈ വലിയ വലിയ ആളുകളായിട്ടുള്ള ഹോമർ, വിർജിൽ, ഡാൻറ്റെ, ഷേക്സ്പിയർ, മിൽട്ടൺ ഇവരുടെയൊക്കെ വർക്കുകളിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു പാസേജുകൾ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ലൈൻ എടുത്തിട്ട് നമുക്ക് അനലൈസ് ചെയ്യാനുള്ള വർക്കിനെ അല്ലെങ്കിൽ പോയട്രിയെ കമ്പയർ ചെയ്യും. എന്നിട്ട് എന്തൊക്കെയാണ് അതായത് ഹോമറിൻ്റെ വർക്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളുണ്ട്, പക്ഷെ നമ്മൾ അനലൈസ് ചെയ്യുന്ന വർക്കിൽ ഇത്രയൊന്നും ഇല്ല. അപ്പോൾ കമ്പാരിസൺസ് ആണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ നമുക്ക് ഇഫ് യു വോണ്ട് ടു അനലൈസ് എ വർക്ക് ഓഫ് ആർട്ട്, നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് വി വിൽ ബി ടേക്കിംഗ് ബ്രില്യൻറ്റ് പാസേജസ് ഫ്രം ബ്രില്യൻറ്റ് റൈറ്റേഴ്സ്. ഫോർ എക്സാമ്പിൾ ലൈക്ക് ഷേക്സ്പിയർ അല്ലെങ്കിൽ ഹോമർ അല്ലെങ്കിൽ മിൽട്ടൺ. ഒരു ലൈനോ അല്ലെങ്കിൽ ഒരു പാസേജോ ആയിരിക്കും എടുക്കുന്നത് അവരുടെ വർക്കിൽ നിന്ന്. ആ പാസേജ് എടുത്ത് വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പോകുന്ന പോയത്തിനെ നമ്മൾ ഇത് വെച്ച് കമ്പയർ ചെയ്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നോ ഇല്ലെന്ന് നമ്മൾ അനലൈസ് ചെയ്യും. ആ ഒരു മെത്തേഡിനെയാണ് ടച്ച് സ്റ്റോൺ മെത്തേഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ വേണം ഇംഗ്ലീഷ് പോയട്രി വായിക്കാൻ അല്ലെങ്കിൽ അനലൈസ് ചെയ്യാനെന്നാണ് ഇദ്ദേഹം പറയുന്നത്.
ചോസർ ഗ്രേറ്റ് ആണ്, പക്ഷേ ഹൈ സീരിയസ്നെസ് ഇദ്ദേഹത്തിൻ്റെ പോയട്രിയിൽ ഇല്ലെന്നാണ് മാത്യു ആർണൾഡ് പറയുന്നത്. തോമസ് ഗ്രേ എന്ന് പറയുന്നതും എന്താണ്, ക്ലാസിക്കൽ റൈറ്ററാണ്, പക്ഷെ അയാളും അപ് ടു ദ മാർക്ക് അല്ലെന്നാണ് പറയുന്നത്. പോപ്പിനെയും ഡ്രൈഡനെയാണ് ഇദ്ദേഹം ഇംഗ്ലീഷ് പ്രോസിൻ്റെ മാസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്, പക്ഷെ അവരാരും ഗ്രേറ്റ് പോയറ്റ്സ് അല്ലെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇനി ക്രിറ്റിസിസത്തിൻ്റെ 3 ഫോൾഡ് ഫങ്ഷൻസ് എന്തൊക്കെയാണ് ആർണോൾഡ് പറയുന്നതെന്ന് വെച്ച്, ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഒരു ഡിസ്ഇൻട്രസ്റ്റഡ് എൻഡവർ ആണ്. അതായത് അതിന് 3 ഫങ്ഷനാണ് ഉള്ളത്. ക്രിറ്റിസിസം ഈസ് എ ഡിസ്ഇൻട്രസ്റ്റഡ് എൻഡവർ എന്നാണ് മാത്യു ആർണൾഡ് ക്രിറ്റിസിസത്തിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എന്താണ് ഈ ഡിസ്ഇൻട്രസ്റ്റഡ് എൻഡവർ എന്ന് പറയുന്നത്? അതായത് ക്രിട്ടിക്ക് ആ ഒരു വർക്കിനെ അല്ലെങ്കിൽ ആ ഒരു ക്രിറ്റിസിസം എന്നുള്ള ടാസ്കിനെ പേഴ്സണൽ ഒപ്പീനിയൻസ് ഇല്ലാതെ, പേഴ്സണൽ ഇൻട്രസ്റ്റ് ഇല്ലാതെ, വേറെ മോട്ടീവ്സ് ഇല്ലാതെ വേണം അപ്രോച്ച് ചെയ്യാൻ. ഡിസ്ഇൻട്രസ്റ്റഡ് ആയിട്ട് വേണം അപ്രോച്ച് ചെയ്യാൻ. അതായത് ഇൻട്രസ്റ്റഡ് ആയിരിക്കരുത് എന്നല്ല, ഒരു കൈൻഡ് ഓഫ് ഇമ്പാർഷ്യൽ ജഡ്ജ്മെൻറ്റ് ഉണ്ടാവണം. പാർഷ്യാലിറ്റി കാണരുത്, പേഴ്സണലും ആകരുത്. അതായത് ഇപ്പോൾ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു വർക്ക് ഓഫ് ഒരു റൈറ്ററിൻ്റെ വർക്ക് എനിക്ക് തരുവാൻ, അനലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യാൻ ഒരു ക്രിറ്റിസിസത്തിന് വേണ്ടി തരുവാണ്. എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ആ കണ്ണിൽ മാത്രം നോക്കി ചെയ്യരുത്. അതിൻ്റെ പ്ലസ് പോയിന്റ്സ് ഉണ്ടെങ്കിൽ അത് പറയുക, നെഗറ്റീവ് പോയിന്റ്സ് ഉണ്ടെങ്കിൽ അത് പറയുക, അല്ലാതെ എൻ്റെ പേഴ്സണൽ ജഡ്ജ്മെൻറ്റ്സ് അതിനകത്ത് വരരുത്. അതുകൊണ്ട് ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഒരു ഡിസ്ഇൻട്രസ്റ്റഡ് എൻഡവറാണ്, ഒരു വർക്കാണ്. ഡിസ്ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു വർക്ക് ആയിരിക്കണം. അതായത് ഡിസ്ഇൻട്രസ്റ്റഡ് എന്ന് വെച്ചാൽ പേഴ്സണൽ ബയാസ് ഒന്നും കാണരുത്. ഓക്കെ, ഒരു ക്രിട്ടിക്ക് എപ്പോഴും ഡിസ്ഇൻട്രസ്റ്റഡ് ആയിരിക്കണം. എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് ഇല്ലാതെ ഇരുന്ന് ചെയ്യണം എന്നല്ല പറയുന്നത്, പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഒരിക്കലും അതിനകത്ത് കയറി വരരുത്. ഇനി എന്താണ് അതിൻ്റെ എൻഡവർ, എന്താണ് അതിൻ്റെ എയിം, എന്താണ്? ടു ലേൺ ദ ബെസ്റ്റ്. എന്താണ് ബെസ്റ്റ് എന്ന് മനസ്സിലാക്കുക, എന്നിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുക. സെക്കൻഡായിട്ട് എന്താണ്? ഫ്രഷ് നോളജിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുക ക്രിട്ടിക്ക്. അത് സൊസൈറ്റിക്ക് ഒരു സർവീസ് കൊടുക്കുന്നത് പോലെയാണ്. തേർഡായിട്ട് ക്രിറ്റിസിസം എന്ന് പറയുന്ന ഫ്രഷ് ആൻഡ് ട്രൂ ഐഡിയാസിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ന്യൂ ഐഡിയാസ് സൊസൈറ്റിയിലെത്തി ഗ്രോത്ത് സൊസൈറ്റിയിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ലിറ്റററി കൾച്ചറിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. ഇതാണ് 3 ഫങ്ഷൻസ് ഓഫ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ഇനി മാത്യു ആർണൾഡിനെ കുറിച്ച് പിന്നെ എന്താ പറയുക പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിൻ്റെ ഒരു മാസ്റ്റർ വർക്ക് ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയാം. പിന്നെ ഇദ്ദേഹത്തിൻ്റെ വർക്ക്സ് എന്ന് പറയുന്നത്, പിന്നെ പവർ ഓഫ് മാനും പവർ ഓഫ് മൊമെൻറ്റും ആണ് ഇദ്ദേഹത്തിൻ്റെ വർക്ക്സിനകത്ത് ഉള്ളത്. പിന്നെ തോമസ് ഗ്രേ, ഞാൻ നേരത്തെ പറഞ്ഞു, ഡ്രൈഡനും പോപ്പും ഗ്രേറ്റ് മാസ്റ്റേഴ്സ് ഓഫ് പ്രോസ് എന്നാണ് വിളിക്കുന്നത്, പോയിറ്റ്സ് അല്ല. പിന്നെ മാത്യു ആണ് ഡിക്ലെയർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ എ വേൾഡ് വേർ ഫിലോസഫിയും റിലീജിയനും ഫെയിൽ ആയിക്കഴിഞ്ഞാൽ, അതായത് ഫിലോസഫിയും റിലീജിയനും ഫെയിൽ ആയിട്ടുള്ളൊരു വേൾഡ് ആണെന്നുണ്ടെങ്കിൽ അതിന് റിയൽ ആശ്വാസം കിട്ടുന്നത്, ഒരു സൊലസ് കിട്ടുന്നത് പോയട്രിയിലായിരിക്കും. അപ്പോൾ ഒരു വിക്ടോറിയൻ ഏജിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലാസിസിസ്റ്റ് ആയിട്ടുള്ളൊരു ക്രിട്ടിക്കാണ് ആരെന്ന് പറയുന്നത്? മാത്യു ആർണൾഡ് എന്ന് പറയുന്നത്. എലിയട്ട് ആസ് എ ലിറ്റററി ക്രിട്ടിക്കാണ് നെക്സ്റ്റ് നോക്കുന്നത്. ടി.എസ്. എലിയട്ട് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ലിറ്റററി ക്രിറ്റിക്സ് ഓഫ് ഇംഗ്ലണ്ട് ആണ്. ആൻഡ് അദ്ദേഹത്തിന് 500 എസ്സേസ് ഒക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പിന്നെ എന്താണ് ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഇദ്ദേഹം റെവല്യൂഷണറി ആക്കി മാറ്റിയൊരു സംഭവമാണ്. പിന്നെ ഈലിയട്ടിന് ഒരുപാട് കോൺസെപ്റ്റ്സ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തു ക്രിറ്റിസിസത്തിൽ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ്, ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി, യൂണിഫിക്കേഷൻ ഓഫ് സെൻസിബിലിറ്റി. അദ്ദേഹം പോയറ്റിക് ഡ്രാമയുടെ നേച്ചറിനെ കുറിച്ചൊക്കെ കമൻസ് പറഞ്ഞിട്ടുണ്ട്. പോയട്രിയും ഡ്രാമയും തമ്മിലുള്ള റിലേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ് പോയറ്റിക് ഡ്രാമയെ അദ്ദേഹം റിവൈവ് ചെയ്ത് എഴുതിയിട്ടുള്ളൊരു മനുഷ്യനാണ്. പിന്നെ അപ്പം ഈലിയഡ്സിൻ്റെ വ്യൂ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു പോയറ്റിക് പ്രോസസ്സിൽ അദ്ദേഹത്തിൻ്റെ വ്യൂസ് എന്ന് പറയുന്നത് റെവല്യൂഷണറി ആണ്. ആൻഡ് പോയട്രി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഇൻസ്പിറേഷൻ അല്ല, പോയട്രി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഓർഗനൈസേഷനാണ്. പോയറ്റിൻ്റെ മൈൻഡ് എന്ന് പറയുന്ന ഒരു വെസലാണെന്നും അതിനകത്ത് ന്യൂമറസ് ഫീലിംഗ്സും ഇമോഷൻസും എക്സ്പീരിയൻസും എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനെയെല്ലാം ഫ്യൂസ് ചെയ്ത് ഡിസ്റ്റിങ്ക്റ്റ് എക്സ്പീരിയൻസ് ആക്കി മാറ്റി, ഇമോഷൻസ് ആക്കി മാറ്റി പുതിയ രീതിയിലാക്കി എഴുതുന്നതാണ് പോയം എന്ന് പറയുന്നത്. മോസ്റ്റ് ഫേമസ് ക്രിട്ടിക്കൽ എസ്സേ എന്ന് പറയുന്നത് ട്രഡീഷണൽ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻ്റ് ആണ്. 1990 അത് പബ്ലിഷ് ചെയ്തത്. ഇതിലിട്ട് ആർഗ്യൂ ചെയ്യുന്നത് എന്താണ്? ആർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് മസ്റ്റ് ബി അണ്ടർസ്റ്റുഡ് നോട്ട് ഇൻ എ വാക്വം. പക്ഷേ ബാക്കിയുള്ള പീസസ് ഓഫ് ആർട്ടുമായിട്ട് കമ്പയർ ചെയ്ത്, പ്രീവിയസ്ലി പബ്ലിഷ് ആയിട്ടുള്ള വർക്ക്സുമായിട്ടൊക്കെ കമ്പയർ ചെയ്തിട്ടൊക്കെ വേണം നമ്മൾ ആർട്ടിനെ, നമ്മളൊരു വർക്ക് ഓഫ് ലിറ്ററി ആർട്ടിനെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി, നമ്മൾ കമ്പയർ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ആ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ ഒരു വർക്ക് ഓഫ് ആർട്ടിനെ നമ്മൾ ഒറ്റയ്ക്ക് നിർത്തി ജഡ്ജ് ചെയ്യരുത്. ബാക്കിയുള്ള വർക്ക്സ് ഓഫ് ആർട്ടുമായിട്ടൊക്കെ, പ്രീവിയസ്ലി പബ്ലിഷ്ഡ് വർക്ക്സ് ഓഫ് ആർട്ടുമായിട്ടൊക്കെ അല്ലെങ്കിൽ പ്രീവിയസ് റൈറ്റേഴ്സിൻ്റെയൊക്കെ വർക്ക്സ് ഓഫ് ആർട്ടുമായിട്ടൊക്കെ കമ്പയർ ചെയ്തിട്ട് വേണം ഒരു വർക്ക് ഓഫ് ആർട്ടിനെ നമ്മൾ ജഡ്ജ് ചെയ്യാൻ. പിന്നെ ഈ ഒരു കോൺസെപ്റ്റ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത് വേസ്റ്റ്ലൻഡിനെ കുറിച്ച് പഠിക്കുന്ന സമയത്താണ്. ഓക്കെ, പക്ഷേ ആസ് എ ക്രിട്ടിക് ടി.എസ്. എലിയട്ടിനും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഫോൾസ് ഉണ്ട്.
അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അല്ലെങ്കിൽ റിലീജിയസ് പ്രെജുഡിസസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഈ ക്രിറ്റിസിസത്തിനകത്തൊക്കെ അല്ലെങ്കിൽ ഓരോ റൈറ്റേഴ്സിനെയൊക്കെ ജഡ്ജ് ചെയ്യുമ്പോൾ അതിനകത്തൊക്കെ റിലീജിയസ് പ്രെജുഡിസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻസ് ഒക്കെ കയറി വരാറുണ്ട്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ഇദ്ദേഹം സെയിം സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടാണ് എല്ലാ വർക്ക് ഓഫ് ആർട്ടും ജഡ്ജ് ചെയ്തതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ദെൻ അദ്ദേഹത്തിൻ്റെ സ്റ്റൈലെന്ന് പറയുന്നത് തന്നെ ഫുൾ ഓഫ് എന്താ പറയുക, കുറച്ച് ഡൗട്ട്ഫുൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് ഫോൾസ്, അതായത് കുറച്ച് മിസ്റ്റേക്കുകൾ നമ്മുടെ ക്രിട്ടിക്സ് തന്നെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്താണെന്ന് നോക്കാം. അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്രിട്ടിക്കൽ കോൺസെപ്റ്റാണ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് തിയറി എന്ന് പറയുന്നത്. 20th സെഞ്ചുറിയിലുള്ള ഒരു ക്രിറ്റിസിസത്തിൽ വന്ന ഒരു ട്രെമൻഡസ് ഇൻഫ്ലുവൻസ് ആണ് ഈ ഒരു തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയറ്റിക് ഇമ്പേഴ്സണാലിറ്റിയാണ് പറയുന്നത്. അതായത് പോയറ്റിക് ഇമ്പേഴ്സണാലിറ്റി ആയിട്ട് ഒരു കണക്ഷനുണ്ട്. ഇമ്പേഴ്സണാലിറ്റി തിയറി എന്ന് പറഞ്ഞൊരു തിയറിയും കൂടി ഇദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ഇമ്പേഴ്സണാലിറ്റി തിയറിക്കും ഈ ഒബ്ജക്റ്റീവ് കോറിലേഷനും തമ്മിൽ നല്ല ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് ഒബ്ജക്ട്സിലൂടെ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിലൂടെ അല്ലെങ്കിൽ കുറച്ച് ഇവൻറ്റ്സിലൂടെ പോയറ്റിന് പറയാനുള്ള ഇമോഷൻസ് പോയറ്റ് പറയുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പം മഴ വെളിയിൽ പെയ്യുവാണ്, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ഭയങ്കര സങ്കടപ്പെട്ട് നിൽക്കുവാണ്. ആ സങ്കടം കാണിക്കാൻ വേണ്ടി അയാൾ കരയുന്നതായിട്ട് കാണിക്കുന്നതിന് പകരം വേണമെങ്കിൽ മെഴുകുതിരി ഉരുകി എന്താ പറയുക മെൽറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ പുറത്ത് ഭയങ്കര ഡാർക്ക് ക്ലൗഡ്സ് വന്ന് ഹെവി റെയിൻ വരുന്നതോ ഒക്കെ ആയിട്ട് കാണിക്കാം ആ ഇമോഷനെ, അല്ലേ? അപ്പോൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ വെച്ചിട്ട് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഒബ്ജക്ട്സിനെ വെച്ചിട്ട് സിറ്റുവേഷനെ വെച്ചിട്ട് ഒരു ഇമോഷനെ ഇവോക്ക് ചെയ്യുന്നു. അതാണ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന് പറയുന്നത്. പോയറ്റിന് അദ്ദേഹത്തിൻ്റെ ഇമോഷൻസിനെ ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പോയറ്റ് എന്ത് ചെയ്യും, കുറേ ഒബ്ജക്ട്സ് വെച്ചിട്ടായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതാണ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിനെ സജസ്റ്റീവായിട്ട് വെച്ചിട്ട് വേണം ഇമോഷൻസ് റീഡേഴ്സിൻ്റെ മൈൻഡിൽ ഇവോക്ക് ചെയ്യാൻ. ഓക്കെ, പിന്നെ അരിസ്റ്റോട്ടലെ പോലെ തന്നെ ഈലിയട്ടിൻ്റെ ഒപ്പീനിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പോയറ്റിൻ്റെ ബിസിനസ് അല്ല കാണിക്കുക പറയുക എന്നുള്ളത്. പോയറ്റിൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ പോയറ്റിൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്, ഇമോഷൻസ് ഡയറക്റ്റ്ലി പറയാതെ ഇൻഡയറക്റ്റ്ലി പറയുക എന്നുള്ളതാണ്. ആ ഒരു ഫോർമുലയാണ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന് പറയുന്നത്. ആൻഡ് വൺ ഓഫ് ദി റീസൺസ് വൈ ടി.എസ്. ഇലിയട്ടിന് ഡാൻറ്റയുടെ പോയട്രി ഇഷ്ടമാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡാൻറ്റയ്ക്ക് ഒരു വിഷ്വൽ ഇമാജിനേഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്താണോ കണ്ടത് അദ്ദേഹം ഇൻഡയറക്റ്റ്ലി നമ്മളെയും കാണിപ്പിച്ചു ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്നുള്ള തിയറി വെച്ചിട്ട്. ഓക്കെ, റൈറ്റേഴ്സ് അല്ലെങ്കിൽ പോയറ്റ്സ് അല്ലെങ്കിൽ പ്ലേ റൈറ്റ്സിന് ഇമോഷണൽ റിയാക്ഷൻ ഓഡിയൻസിൻ്റെ മൈൻഡിൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കുറേ ഇമേജസും ഒബ്ജക്ട്സും കണ്ടുപിടിച്ചിട്ട് അതിനെ കമ്പൈൻ ചെയ്ത് ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യുമെന്നാണ് ആര് പറയുന്നത്, നമ്മുടെ ടി.എസ്. ഇലിയട്ട് പറയുന്നത്. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇമേജ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ വേർഡ് തന്നെ വേണമെന്നില്ല, ഒരുപാട് ഇമേജസ് വെച്ചിട്ട് പറയാം. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു ക്യാരക്ടറിന് വിഷമം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി അവിടെ ഡാർക്ക്നെസ്, റൂമിൽ ഫുള്ള് ഡാർക്ക്നെസ് ആക്കാം. അതുപോലെ തന്നെ ക്യാൻഡിൽ മെൽറ്റ് ചെയ്യുന്ന സീൻ വരാം, പിന്നെ വെളിയിൽ ഹെവി റെയിൻ വരാം, ഡാർക്ക് ക്ലൗഡ്സ് വരാം. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ ആ ഇമോഷൻസ് കാണിക്കാൻ സാധിക്കും. ഓക്കെ, പിന്നെ ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്, അത് ടി.എസ്. ഇലിയട്ട് മെറ്റഫിസിക്കൽ പോയറ്റ്സ് എന്ന് പറഞ്ഞൊരു എസ്സേക്കകത്താണ് ഇത് ഫസ്റ്റ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ടേം. അതായത് ഇൻ്റലക്ച്വൽ തോട്ടിനെയും ഫീലിങ്ങിനെയും തമ്മിൽ സെപ്പറേറ്റഡ് ആക്കുക. 17th സെഞ്ചുറി പോയട്രി അല്ലെങ്കിൽ നമ്മുടെ മെറ്റഫിസിക്കൽ പോയറ്റ്സ് കാണിച്ചിരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ അവർ ഇൻ്റലക്ച്വലിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ബുദ്ധിപരമായിട്ടുള്ളൊരു കമ്പാരിസണാണ് അവർ ചെയ്തിരുന്നത്. അപ്പോൾ തോട്ടും ഫീലിങ്ങും തമ്മിൽ അവർ മിക്സ് ചെയ്യാൻ ശ്രമിച്ചില്ല, തോട്ടും ഇൻ്റലക്റ്റും തമ്മിലാണ് അവർ മിക്സ് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ അവിടെ ഒരു കൈൻഡ് ഓഫ് ഡിസോസിയേഷൻ ഉണ്ടായിരുന്നു. ഈലിയട്ട് പറയുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു യൂണിഫിക്കേഷൻ ഓഫ് സെൻസിബിലിറ്റി ഉണ്ടായിരിക്കണം എന്നാണ് ഈലിയട്ട് പറയുന്നത്. അപ്പം ആ 17th സെഞ്ചുറി പോയറ്റ്സിൻ്റെ വർക്കിലുണ്ടായിരുന്നത് ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി എന്നുള്ള കൺസെപ്റ്റ് ആയിരുന്നു എന്നാണ് ടി.എസ്. ഇലിയട്ട് പറയുന്നത്. ആ തോട്ടും ഫീലിങ്ങും തമ്മിൽ ബന്ധമില്ലായിരുന്നു എന്ന്. ഓക്കെ, ഇനി അപ്പോൾ ഈ ഒരു എസ്സേക്കകത്ത് പറയുന്നതെന്ന് വെച്ചാൽ മെറ്റാഫിസിക്കൽ പോയറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത് അങ്ങനെയാണ് ഇദ്ദേഹം. അപ്പം ഇദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ തോട്ടും ഫീലിങ്ങും തമ്മിലൊരു അമാൽഗമേഷൻ അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് കോമ്പിനേഷൻ ഉണ്ടായിരിക്കണം. അതാണ് യൂണിഫിക്കേഷൻ ഓഫ് സെൻസിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി ഇമ്പേഴ്സണാലിറ്റി ഓഫ് പോയട്രി എന്താണ്? ട്രഡീഷണൽ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ് എന്നുള്ള എസ്സേക്കകത്താണ് അദ്ദേഹം ഇമ്പേഴ്സണാലിറ്റി ഓഫ് പോയട്രി അല്ലെങ്കിൽ ഇമ്പേഴ്സണാലിറ്റി തിയറി പറഞ്ഞത്. 1990 അത് പബ്ലിഷ് ചെയ്ത ഒരു എസ്സേ. ഇമ്പേഴ്സണാലിറ്റി തിയറി എന്ന് പറഞ്ഞാൽ എന്താണ്, പോയറ്റ്, മാൻ അല്ലെങ്കിൽ ആ ഒരു പോയട്രി അതെല്ലാം ഡിഫറൻ്റ് ആയിട്ടുള്ള എൻറ്റിറ്റീസാണ്. അതായത് പോയറ്റും മാനും എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ള എൻറ്റിറ്റീസാണ്. പോയറ്റിന് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ഇല്ല. അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയും ഫീലിങ്സും എക്സ്പീരിയൻസും എല്ലാം അദ്ദേഹം പോയട്രിയിലൂടെയാണ് അത് കാണിക്കുന്നത്.
ഇപ്പോൾ പോയട്രി എന്ന് പറയുന്നത് ഇമോഷൻസ് കാണിക്കാൻ വേണ്ടിയൊരു സംഭവമല്ല, അത് ഇമോഷനിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ളൊരു സംഭവമാണ് പോയട്രി എന്നാണ് പറയുന്നത്. പേഴ്സണാലിറ്റി എക്സ്പ്രസ് ചെയ്യുന്ന കാര്യമല്ല പോയട്രി, അതിന് പേഴ്സണാലിറ്റിയിൽ നിന്ന് എസ്കേപ്പ് ആവുന്ന കാര്യമാണ് പോയട്രി എന്നാണ് പറയുന്നത്. അതായത് ഒരു പോയറ്റ് ഒരു പോയം എഴുതാൻ നിൽക്കുമ്പോൾ അയാളുടെ പേഴ്സണാലിറ്റിയോ അയാളുടെ ഇമോഷൻസോ ഒന്നും അവിടെ വരുന്നില്ല. അയാൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോഴാണ് ഒരു പോയം ക്രിയേറ്റഡ് ആയി മാറുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇതിനെയാണ് ഇമ്പേഴ്സണാലിറ്റി ഓഫ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ആർട്ടിൻ്റെ ഇമോഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇമ്പേഴ്സണൽ ആയിരിക്കും. എന്നാൽ മാത്രമേ ഒരു പോയിറ്റ് നല്ല രീതിയിൽ പോയം ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ T.S. എലിയട്ട് പറയുന്നത്. ലാസ്റ്റ് ഷേക്സ്പിയർ എങ്ങനെയാണൊരു ലിറ്റററി ക്രിട്ടിക്കായി മാറുന്നത്? സോ ഷേക്സ്പിയറിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഒരു സെലിബ്രേറ്റഡ് പ്ലേ റൈറ്റ് ആൻഡ് പോയറ്റാണ്, കീൻ ഒബ്സർവർ ഓഫ് ഹ്യൂമൻ നേച്ചറാണ്. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വർക്ക്സിനകത്ത് പ്രത്യേകതയും. വർക്ക്സ് ഇത്രയധികം സക്സസ്ഫുൾ ആകാനുള്ള കാര്യവും അതുതന്നെയാണ്. ഒരുപാട് പ്ലേസും ഒരുപാട് സോണറ്റ്സും പോംസ് 2 എഴുതിയിട്ടുണ്ട് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ്, പോയട്രി, സ്റ്റോറി ടെല്ലിംഗ് അല്ലെങ്കിൽ ആസ് ആൻ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് വളരെയധികം ഹൈലി റിഫ്ലക്റ്റഡ് ആവുകയാണ് അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ തന്നെ. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടേഴ്സിലൂടെയും ഡയലോഗ് എഴുതുന്ന സ്റ്റൈലിലൂടെയും ഒക്കെ ആ പവർ ഓഫ് കമൻറ്റിങ് പവർ ഓഫ് ലാംഗ്വേജ്, അതുപോലെ തന്നെ ലാംഗ്വേജിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, അദ്ദേഹത്തിൻ്റെ വർക്ക്സിലെ നേച്ചർ ഓഫ് ആർട്ട് എന്താണ്, അദ്ദേഹത്തിൻ്റെ ലിറ്റററി പേർപ്പസ് എന്താണ്, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലാംഗ്വേജ് ലിമിറ്റേഷൻസ് പറയുമ്പോൾ ഷേക്സ്പിയർ എല്ലാ ലാംഗ്വേജിൻ്റെ എല്ലാ ലിമിറ്റേഷൻസിനെ തകർത്തെറിഞ്ഞിട്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഇപ്പം ഹാംലെറ്റിനകത്ത് തന്നെ ഹാംലെറ്റിനകത്ത് പ്രൊട്ടഗോണിസ്റ്റ് പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ വേർഡ്സും തോട്ട്സും എല്ലാം ഇങ്ങനെ സ്റ്റോപ്പ് ആയ ഒരു നിമിഷം, അതായത് വളരെയധികം ഇമോഷണൽ ആയിട്ടുള്ള സ്റ്റേറ്റിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഹാംലെറ്റ് പറയുന്നുണ്ട് വേർഡ്സ് എന്ന്. അപ്പോൾ ഇതൊരു എന്താണ് ഈ 3 പ്രാവശ്യം വേർഡ്സിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത് എന്താണ്? ആ ഒരു ലാംഗ്വേജിനെ, അതായത് അദ്ദേഹത്തിനൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ലെന്നും അല്ലെങ്കിൽ ആ ഒരു ലാംഗ്വേജിൻ്റെ എബിലിറ്റിയെക്കുറിച്ചും അല്ലെങ്കിൽ റിയാലിറ്റി ക്യാപ്ചർ ചെയ്യാനുള്ള കഴിവിനെക്കുറിച്ചും ഹ്യൂമൻ ഇമോഷൻസിൻ്റെ ആ ഒരു കോംപ്ലക്സിറ്റിയെക്കുറിച്ചുമാണ് ഈ ഒരു വേർഡ്സ് എന്നുള്ള ഈ ഒരു എക്സ്പ്രഷനിലൂടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഷേക്സ്പിയർ അപ്പം ആ ക്യാരക്ടറാണ് സംസാരിക്കുന്നതെങ്കിലും ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചുള്ള രീതിയിൽ ഡയലോഗ് എഴുതിയിരിക്കുന്ന ആരാണ്? ഷേക്സ്പിയർ ആണ്. അപ്പം ലാംഗ്വേജിൻ്റെ ആ ലിമിറ്റേഷൻസ് എല്ലാം കടത്തി വെട്ടിയിട്ടാണ് ഇദ്ദേഹം ഇത് എഴുതിയിരിക്കുന്നത്. ആൻഡ് ദെൻ റിട്ടോറിക് പവർ, അതായത് ആ ഒരു സ്പീക്കിംഗ് പവർ, അതായത് ക്യാരക്ടേഴ്സിൻ്റെ ആ ഒരു സ്പീച്ച്. ഇപ്പോൾ ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ എന്ന് പറഞ്ഞ് ജൂലിയസ് സീസറിനകത്ത് മാർക്ക് ആൻ്റണിയുടെ ഫേമസ് ഫ്യൂണറൽ സ്പീച്ചുണ്ട്. അത് പബ്ലിക് ഒപ്പീനിയനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളത്. അത് തന്നെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ്. അപ്പോൾ ഷേക്സ്പിയറിൻ്റെ പവർ ഓഫ് റിട്ടോറിക് അല്ലെങ്കിൽ ആ ഒരു സ്പീക്കിംഗ് പവറിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഷേക്സ്പിയർ ശരിക്കും പറഞ്ഞ ലാംഗ്വേജിനെ വെച്ചിട്ട് എങ്ങനെ ഡിസീവ് ചെയ്യാം, മാനിപ്പുലേറ്റ് ചെയ്യാം, ഇൻഫ്ലുവൻസ് ചെയ്യാം, ഇതൊക്കെയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഇനി ആർട്ടിൻ്റെ നേച്ചർ എന്താണ്, ആർട്ടിസ്റ്റിൻ്റെ റോൾ എന്താണ്? മിഡ്സമ്മർ നൈറ്റ്സ് ഡ്രീം എന്നുള്ളൊരു പ്ലേക്കകത്ത് പ്ലേ വിത്തിനെ പ്ലേ ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള രീതിയിൽ ഇങ്ങനെ പറയുന്നുണ്ട് ക്രിയേറ്റീവ് പ്രോസസ്സിനെ കുറിച്ചും അല്ലെങ്കിൽ തിയേറ്ററിക്കൽ കൺവെൻഷനെ കുറിച്ചും ഒക്കെ ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള ഇൻസൈറ്റ് തരുന്നുണ്ട് നമുക്ക്. അപ്പോൾ ഷേക്സ്പിയർ ആ ഒരു കോമഡി സബ്പ്ലോട്ടിലൂടെ ആർട്ടിസ്റ്റിക് ഇൻറ്റൻറ്റും ആർട്ടിസ്റ്റിക് എക്സിക്യൂഷനും തമ്മിലും ഓഡിയൻസ് എങ്ങനെയാണ് ഇതിനെ റിസീവ് ചെയ്യുന്നതെന്നുള്ളതും തമ്മിലുള്ള ഒരു കൈൻഡ് ഓഫ് ഗ്യാപ്പ് നമുക്കവിടെ ഫില്ല് ചെയ്ത് തരുന്നുണ്ട്. പിന്നെ പോയട്രിയുടെ ആ ഒരു ഇമ്മോർട്ടാലിറ്റിയെക്കുറിച്ച് ഷേക്സ്പിയറിൻ്റെ പവർ ഓഫ് പോയട്രി നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ സോണറ്റ്സിലൂടെ. സോണറ്റ് 18 തന്നെ ഷാൽ ഐ കമ്പയർ ദീ ടു എ സമ്മേഴ്സ് ഡേ, അതിനകത്ത് പോയട്രിക്ക് ശരിക്കും പറഞ്ഞാൽ അതിനകത്തുള്ള ആ ഒരു മെയിൻ ആളിന് ഇമ്മോർട്ടാലിറ്റി ഗ്രാൻഡ് ചെയ്യാനുള്ളൊരു പവർ ഉണ്ട് എന്നാണ് പോയട്രിയിലൂടെ അദ്ദേഹം, ഈ ഒരു പോയത്തിലൂടെ സോണറ്റിലൂടെ അദ്ദേഹം പറയുന്നത്. ഫിസിക്കൽ വേൾഡും ഹ്യൂമൻ ലൈഫിനും തമ്മിൽ ഔട്ട്ലാസ്റ്റ് ചെയ്യാനുള്ളൊരു പവർ പോയട്രിക്കുണ്ടെന്നാണ് പറയുന്നത്. ഇനി ഷേക്സ്പിയറിൻ്റെ ആ ഒരു ക്രിറ്റിസിസം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പോപ്പുലർ ലിറ്ററി ട്രെൻഡ്സ്, ഫോർ എക്സാമ്പിൾ ലവ് സ്ലേബർ ലോസ്റ്റ് എന്നുള്ള ആ ഒരു പ്ലേക്കകത്ത് അദ്ദേഹം ഈ ഓവർലി എലാബറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അഫക്റ്റഡ് സ്റ്റൈല് ആ ലവ് പോയംസിനകത്ത് വരുന്ന അതിനെയൊക്കെ പാരഡി ചെയ്തുകൊണ്ട് എഴുതുന്നുണ്ട്. അതായത് ഈ പ്രിട്ടൻഷ്യസ് ആയിട്ടുള്ള പോയറ്റ്സ് കാണുമല്ലോ, ഭയങ്കര ഹൈ സ്റ്റൈലിൽ എഴുതും, പക്ഷെ അതിനകത്ത് കാര്യമൊന്നും കാണത്തില്ല. അങ്ങനെയുള്ള ആളുകളെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് പോയട്രി എഴുതുന്ന ആളുകളുണ്ട്. അതിനെ കളിയാക്കിക്കൊണ്ട് ലവ് സ്ലേബർ ലോസിനകത്ത് അദ്ദേഹം കളിയാക്കി പറയുന്നുണ്ട്. ഹാംലെറ്റിനകത്തും അതുപോലെ തന്നെ ഈ ബോംബാസ്റ്റിക് സ്റ്റൈലുണ്ടല്ലോ, അതിനെയൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്ന, അതിനെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടുള്ളൊരു എഴുത്താണ് ഹാംലെറ്റിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഡോക്ടർ സാമുവൽ ജോൺസൺ വില്യം ഷേക്സ്പിയറിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്രിറ്റിസിസത്തിനകത്ത് പറയുന്നുണ്ട്. ഷേക്സ്പിയറിൻ്റെ വർക്ക്സിനെ കുറിച്ച് പ്രിഫേഴ്സ് ടു ഷേക്സ്പിയർ എന്ന് പറഞ്ഞ് ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഷേക്സ്പിയറിൻ പ്ലേസിൽ വരുന്ന കുറച്ച് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഷേക്സ്പിയറെ ക്രിട്ടിസൈസ് ചെയ്തും അല്ലാതെ അപ്രീഷിയേറ്റ് ചെയ്തും പറയുന്നുണ്ട് ഡോക്ടർ ജോൺസൺ. ഫസ്റ്റ് അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ യൂണിവേഴ്സൽ അപ്പീലാണ്. ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടേഴ്സ് എല്ലാം യൂണിവേഴ്സൽ അപ്പീലിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്.
അതായത് എവിടെയാണെന്ന് അപ്പോൾ ഷേക്സ്പിയർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ക്യാരക്ടേഴ്സിനെ നമുക്ക് വളരെ ഫെയ്ത്ത്ഫുൾ ആയിട്ടാണ് അദ്ദേഹം ലൈഫിനെയും ക്യാരക്ടേഴ്സിനെയൊക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ക്യാരക്ടേഴ്സൊക്കെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്, ട്രൂ ടു ലൈഫ് ക്യാരക്ടേഴ്സാണ്. റിയൽ സിറ്റുവേഷൻസിൽ എങ്ങനെയാണോ ആളുകൾ റിയാക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് രാജാക്കന്മാരാണെന്നുണ്ടെങ്കിലും രാജ്ഞിമാരാണെന്നുണ്ടെങ്കിലും സംസാരിക്കുന്നത്. ഓക്കെ, ലാംഗ്വേജിൻ്റെ യൂസ് എന്ന് പറയുമ്പോൾ അൺനെസസറി ആയിട്ടുള്ള വേർഡ് പ്ലേ അല്ലെങ്കിൽ ഒബ്സ്ക്യൂർ ആയിട്ടുള്ള ലാംഗ്വേജ് ചിലപ്പോൾ ഇദ്ദേഹം യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഹൈലി ഓണേറ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജസും ഇദ്ദേഹം യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ റീഡേഴ്സിന് കൺഫ്യൂഷനും തോന്നാറുണ്ടെന്ന് ആര് പറയുന്നുണ്ട്? ഡോക്ടർ ജോൺസൺ അങ്ങനെ ഒരു ക്രിറ്റിസിസം പറയുന്നുണ്ട്. മോറൽ പേർപ്പസ് ഇല്ല നമ്മുടെ ഷേക്സ്പിയറിൻ്റെ വർക്ക്സിലൊന്നും. മോറൽ ലെസൺ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതിൻ്റെ ഒരു ആബ്സെൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ജോണേഴ്സ് തമ്മിൽ മിക്സ് ചെയ്യും, കോമഡിയും ട്രാജഡിയും തമ്മിൽ മിക്സ് ചെയ്യും, ട്രാജിക് കോമഡീസും ഒക്കെ ഇദ്ദേഹം ബ്ലെൻഡ് ചെയ്ത് എഴുതാറുണ്ട്. ഓക്കെ, അപ്പോൾ സോറോസും ഹാപ്പിനെസ്സും എല്ലാം ബ്ലെൻഡ് ചെയ്തിട്ട് ഇദ്ദേഹം എഴുതാറുണ്ട്. പക്ഷേ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഡോക്ടർ ജോൺസൺ പറയുന്നത്. കാരണം നമ്മുടെ ലൈഫിലും അതുപോലെ തന്നെയൊക്കെയാണ്. കോമിക് എലിമെൻറ്റ്സ്, ഹാപ്പിനെസ് എലിമെൻറ്റ്സ് കാണും, ഹാപ്പി എലിമെൻറ്റ്സ് കാണും, ട്രാജിക് എലിമെൻറ്റ്സ് കാണും. ക്ലാസിക്കൽ യൂണിറ്റീസിനെ നല്ല രീതിയിൽ വയലേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഷേക്സ്പിയർ. ക്ലാസിക്കൽ യൂണിറ്റീസ് എന്ന് വെച്ചാൽ യൂണിറ്റി ഓഫ് ടൈം, പ്ലേസ് ആൻഡ് ആക്ഷൻ. അപ്പോൾ അത് മൂന്നും നമുക്ക് ഷേക്സ്പിയറിൻ്റെ പ്ലേസിനകത്ത് കാണാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ ആക്ഷൻ നടക്കുന്നത് ഡെൻമാർക്കിലാണെങ്കിൽ പിന്നീട് ആക്ഷൻ നടക്കുന്ന വേറൊരു സ്ഥലത്തായിരിക്കും. അപ്പം അതുപോലെ തന്നെ ഒരു ലോജിക്കാലിറ്റി കാണത്തില്ല ടൈമും പ്ലേസും ആക്ഷനും തമ്മിലൊന്നും. ഇനി പക്ഷേ ഷേക്സ്പിയറിൻ്റെ ആ ഒരു വർക്കിൻ്റെ ടൈംലെസ്നെസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നെയാണ് ഈ വർക്ക്സ് എഴുതിയെങ്കിലും ഇപ്പോഴും അതിൻ്റെ ആ ഒരു സിഗ്നിഫിക്കൻസ്, അതായത് ഇപ്പോഴും നമ്മൾ പഠിക്കുന്നുണ്ട് ഷേക്സ്പിയറിനെ. അപ്പോൾ അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഒരു അൺപാരലൽ ആയിട്ടുള്ള എബിലിറ്റിയാണ് ഷേക്സ്പിയറിൻ്റെ ജീനിയസ്, അല്ലെങ്കിൽ ഷേക്സ്പിയറിൻ്റെ ജീനിയസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഷേക്സ്പിയർ ഒരു ഗ്രേറ്റ് ജീനിയസ് ആണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇംപെർഫെക്ഷൻസ് ഉണ്ടെങ്കിലും പെർഫെക്ഷൻസും ഉണ്ട് അദ്ദേഹത്തിൻ്റെ വർക്ക്സിനകത്ത്. റിച്ചാർഡ്സ് ആസ് എ ലിറ്റററി ക്രിട്ടിക്. ഐയർ റിച്ചാർഡ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ലിറ്റററി ക്രിറ്റിസിസം. അത് 1924 പബ്ലിഷ് ചെയ്ത്. പിന്നെ പ്രാക്ടിക്കൽ ക്രിറ്റിസിസം 1929. ഇദ്ദേഹത്തിൻ്റെ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ കോൺട്രിബ്യൂഷൻസ് ടു ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഈ ലിറ്റററി, അതായത് എങ്ങനെ നമുക്കൊരു ലിറ്റററി വർക്കിനെ ജഡ്ജ് ചെയ്യാം, അതിൻ്റെ ആ ഒരു വാലിഡിറ്റി എന്താണ്, ഇതൊക്കെയാണ്. പിന്നെ ലബോറട്ടറി എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ സ്റ്റുഡൻസിൽ, കേംബ്രിഡ്ജിലുള്ള സ്റ്റുഡൻസിൽ കണ്ടക്ട് ചെയ്തിട്ടാണ് ഇദ്ദേഹം ലിറ്റററി ക്രിറ്റിസിസം ഒക്കെ, ഈ തിയറീസൊക്കെ അദ്ദേഹം ഇറക്കിയത്. അതായത് അൺഫെമിലിയർ ആയിട്ടുള്ള പോയംസിൻ്റെ കോപ്പീസ് കൊടുത്തിട്ട് ഈ സ്റ്റുഡൻസിൻ്റെ കയ്യിൽ, കേംബ്രിഡ്ജിലെ സ്റ്റുഡൻസിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഇദ്ദേഹം പറഞ്ഞു ഫ്രീ ആയിട്ട് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവർ കമൻറ്റ് ചെയ്തു. പിന്നീട് നമ്മുടെ ഫെമിലിയർ ആയിട്ടുള്ള റൈറ്റേഴ്സിൻ്റെ പോയംസ് വിത്തൗട്ട് ടൈറ്റിൽസ് ഇവർക്ക് കൊടുത്തു. അപ്പം സ്റ്റുഡൻസ് എങ്ങനെയാണ് കമൻറ്റ് ചെയ്തത്? രണ്ടും. അതാണ് പ്രാക്ടിക്കൽ ക്രിറ്റിസിസം. ഐയർ റിച്ചാർഡ്സ് പ്രാക്ടിക്കൽ ക്രിറ്റിസിസത്തിൻ്റെ ആളാണ്. പിന്നെ അപ്പം ലിറ്ററസിയുടെ ആ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൽ ലോ ആണെന്നാണ് ഇദ്ദേഹം കൺക്ലൂഡ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ കേംബ്രിഡ്ജിൽ ഇദ്ദേഹത്തിന് സ്റ്റുഡൻസ് ഉണ്ടല്ലോ, അവരാണ് ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻസ് എന്നൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞത്. അതായത് ഇംഗ്ലണ്ടിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ബാക്കിയുള്ള ആളുകളെ വെച്ച് നോക്കുകയാണെങ്കിൽ കേംബ്രിഡ്ജിൽ ഇദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസ് നല്ല രീതിയിൽ വർക്കിനെയൊക്കെ അനലൈസ് ചെയ്ത് വിട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടീച്ചിങ് ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് നമ്മളെ എൻകറേജ് ചെയ്ത് കൊടുക്കുക. ടെക്സ്റ്റ് വഴി നമ്മൾ കുട്ടികളെ കൊണ്ട് അല്ലെങ്കിൽ ആളുകളെ കൊണ്ട് റെസ്പോൺസ് മാക്സിമം എടുക്കുക. പിന്നെ ഈ ഒരു എക്സ്പെരിമെൻറ്റിന് എതിരെ ഉള്ള ആർഗ്യുമെൻറ്റ്സ് എന്തൊക്കെയാണ്? അതായത് ഈ കുട്ടികൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള പോംസ് കൊടുത്തിട്ട് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞു, അതായത് ഓതേഴ്സിൻ്റെ പേര് കൊടുക്കാതെ. അതായത് ഷേക്സ്പിയറിൻ്റെയൊക്കെ പോംസ് വിത്തൗട്ട് ടൈറ്റിൽ ഇല്ലാതെ കൊടുത്തു. അങ്ങപ്പം കുട്ടികൾ എന്ത് ചെയ്യും? ഷേക്സ്പിയറിൻ്റെ പോമാണെന്ന് പറയുമ്പോൾ കുട്ടികൾ ഭയങ്കര എക്സലൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും അഭിപ്രായം എഴുതുന്നത്. പക്ഷേ ടൈറ്റിൽ കൊടുക്കാതെ, ഓതേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാതെ എഴുതിയപ്പോൾ പിള്ളേർ അതിൻ്റെ ഓണസ്റ്റ് ആയിട്ടുള്ളൊരു റിവ്യൂ ആണ് എഴുതി കൊടുത്തത്. പിന്നെ ഈ ഒരു എക്സ്പെരിമെൻറ്റിന് എതിരെ വന്ന ആർഗ്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലബോറട്ടറി എക്സ്പെരിമെൻറ്റ് പോലെ നടത്തേണ്ട കാര്യമുണ്ടോ? ഇതൊരു എന്താ പറയുക, ഒരു നോർമൽ റീഡിങ് പ്രോസസ്സ് മാത്രമല്ലേ? പിന്നെ ഒരു ടെക്സ്റ്റിനെ നമ്മൾ ക്ലിനിക്കൽ സൈഡിൽ നിന്ന്, അതായത് ഒരു ലാബ് എക്സ്പെരിമെൻ്റ് പോലെ നമ്മൾ നോക്കുമോ, അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്യുന്നത് നല്ലതാണോ, അല്ലെങ്കിൽ നമ്മൾ അപ്രോച്ച് അങ്ങനെ ചെയ്യാറില്ല എന്ന് പറഞ്ഞു. പിന്നെന്താണ് പറഞ്ഞേക്കുന്നത്? ഈ സ്റ്റുഡൻസിന് റീഡിങ് ഡിഫിക്കൽട്ടിയൊക്കെ ഉള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ അങ്ങനെയുള്ള ഇന്നാഡിക്വസീസ് ഒക്കെ വരത്തില്ലേ? അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവത്തില്ലേ? അപ്പോൾ ഐയർ റിച്ചാർഡ്സിൻ്റെ പ്രാക്ടിക്കൽ ക്രിറ്റിസിസമാണ് ശരിക്കും പറഞ്ഞാൽ ന്യൂ ക്രിട്ടിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ ന്യൂ ക്രിറ്റിസിസത്തിലോട്ട് വഴിതിരിച്ച് വിട്ടത്. അപ്പോൾ ടെക്സ്റ്റിനെ ഐസൊലേറ്റ് ചെയ്യുക, ടെക്സ്റ്റിനകത്ത് എന്തൊക്കെയാണോ ഉള്ളത് അത് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുക. ക്രിട്ടിക്കിൻ്റെ റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണോ ടെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് അതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് മാറ്റുക. ഓക്കെ, ഐയർ റിച്ചാർഡ്സിൻ്റെ തിയറി ഓഫ് വാല്യൂ എന്താണ് ആർട്സിൽ? റിച്ചാർഡ്സ് പറഞ്ഞതെന്ന് വെച്ചാൽ ഈസ്തറ്റിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? അതായത് നമ്മളിപ്പം നമ്മൾ വർക്ക് ഓഫ് ആർട്ടിലൊക്കെ കാണുന്ന ഒരു കൈൻഡ് ഓഫ് ഈസ്തറ്റിക്
തീംസ് ഒക്കെ കാണുമല്ലോ, ഈസ്തറ്റിക് സ്റ്റേറ്റ് ഓഫ് എ വർക്ക് ഓഫ് ആർട്ട്. അതെന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലുള്ള ഓർഡിനറി സ്റ്റേറ്റിനെക്കാട്ടിലും വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. അതായത് ലൈഫും ലിറ്ററേച്ചറും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. ഇപ്പോൾ നമ്മളൊരു പിക്ചർ വായിക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു പോം വായിക്കുന്നു, നമ്മളൊരു മ്യൂസിക് കേൾക്കുന്നു, നമ്മൾ അൺലൈക്ലി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല ചെയ്യുന്നത്, അല്ലേ? അതെന്ന് പറയുന്നത് എന്താണ്, ഒരു പുസ്തകം വായിക്കുന്നതാണെങ്കിലും ഒരു പിക്ചർ നോക്കുന്നതാണെന്നുണ്ടെങ്കിലും മ്യൂസിക് കേൾക്കുന്നതാണെന്നുണ്ടെങ്കിലും നമ്മുടെ ലൈഫായിട്ട് നല്ല രീതിയിൽ കണക്ഷനുള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഈസ്തറ്റിക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എന്താണ്, ബാക്കിയുള്ള എക്സ്പീരിയൻസിനെക്കാട്ടിലും അത്രയ്ക്ക് വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. നമ്മുടെ ലൈഫിലുള്ള ബാക്കി എക്സ്പീരിയൻസിനെക്കാട്ടിലും വലിയ ഡിഫറൻറ്റ് ഒന്നും അല്ല ഈസ്തറ്റിക് എക്സ്പീരിയൻസ്. അതിന് വലിയ സ്പെഷ്യാലിറ്റി ഒന്നുമില്ല എന്നാണ് പറയുന്നത്. ഇൻ ആർട്ട് എക്സ്പീരിയൻസിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത്, ഒരു കൈൻഡ് ഓഫ് ബാലൻസ് കാണാം, അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ബാലൻസിങ് ഓഫ് ഇമ്പൾസസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഈ ഇമ്പൾസസ് എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആറ്റിറ്റ്യൂഡ്സ്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റിമുലൈയെ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുന്ന ആറ്റിറ്റ്യൂഡ്സ്. ഓക്കെ. ആൻഡ് പിന്നെ പറഞ്ഞേക്കുന്നത് എന്താണ്, പോയട്രി എന്ന് പറയുന്നത് ഈ ഇമ്പൾസസിനെ ആറ്റിറ്റ്യൂഡ്സിനെയൊക്കെ ഓർഗനൈസ് ചെയ്യുന്നൊരു ജോണറാണ്. പോയട്രി നമ്മുടെ മൈൻഡിനെ ഓർഗനൈസ് ചെയ്യുന്നു, അതിനൊരു പ്രത്യേക രീതിയിൽ പ്ലീസ് ചെയ്യുന്നു, നമ്മളെ ഹാപ്പിയാക്കി മാറ്റുന്നു, നമ്മുടെ മൈൻഡിനെ ഹെൽത്തിയാക്കി മാറ്റുന്നു. പിന്നെ ആർട്ട് ഇൻ ജനറൽ എന്ന് പറയുന്നത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് സെൻസിലാണ്, നമ്മുടെ ആക്ടിവിറ്റീസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, നമ്മുടെ മെൻ്റൽ കോൺഫ്ലിക്റ്റിനെ എല്ലാം മാറ്റുന്നു, നമ്മൾ ടെൻഷൻ ഫ്രീ ആക്കുന്നു, ലിബറേറ്റ് ചെയ്യുന്നു, നമ്മളൊരു ലിബറേറ്റഡ് സ്റ്റേറ്റിലോട്ട് കൊണ്ടുപോകുന്നു. ഈ ഒരു സ്റ്റേറ്റിനെയാണ് ഹാർമോണൈസ്ഡ് സ്റ്റേറ്റ് എന്ന് ഐ.എ. റിച്ചാർഡ്സ് വിളിക്കുന്നത്. അതായത് എല്ലാത്തിനെയും ബാലൻസ് ചെയ്യുന്നൊരു സ്റ്റേറ്റ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റിൽ ഒരു കൈൻഡ് ഓഫ് എന്ത് കാണും, അവിടെ ഒരു കൈൻഡ് ഓഫ് ഡിറ്റാച്ച്മെൻറ്റ് കാണും. അതായത് നമ്മൾ കംപ്ലീറ്റ്ലി ഒരു കൈൻഡ് ഓഫ് കോർഡിനേറ്റഡ് പേഴ്സണാലിറ്റി ആയിട്ട് മാറുമ്പോൾ നമ്മൾ അതിലിങ്ങനെ ഭയങ്കരമായിട്ട് സന്തോഷിച്ചിരിക്കുമ്പോൾ ഒരു കൈൻഡ് ഓഫ് ഡിറ്റാച്ച്മെൻറ്റ് നമുക്ക് തോന്നും നമ്മുടെ ചുറ്റുമുള്ള സറൗണ്ടിങ്സുമായിട്ട്. പിന്നെ റിച്ചാർഡ്സണെതിരെ വരുന്ന ക്രിറ്റിസിസം എന്താണെന്ന് വെച്ചാൽ, എല്ലാവർക്കും ഈ ഒരു സ്റ്റേറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ മാഡ്മെൻ, ക്രിമിനൽസിന്, സൂയിസൈഡ് ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ സൂയിസൈഡൽ ടെൻഡൻസി ഉള്ള ആളുകൾക്ക് അവരെല്ലാം ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള ആളുകളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ റിച്ചാർഡ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റീഡേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ദ പോയം എന്ന് പറയുന്ന റീഡറിൻ്റെ റെസ്പോൺസ് പോലെ ഇരിക്കും. പോയം എന്ന് പറയുന്ന റീഡറിൻ്റെ മൈൻഡിലാണ് ലൊക്കേറ്റഡ് ആയിട്ടിരിക്കുന്നത്. ഓക്കെ. അതായത് സബ്ജക്റ്റിവിസത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആൻഡ് പോയട്രിയുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്, എന്താ പറയുക, കുറച്ച് അംബീഗസ് ആയിട്ടൊക്കെ നമുക്ക് തോന്നും, അല്ലെങ്കിൽ ഡിഫറെൻ്റ് അല്ലെങ്കിൽ ഡൈവേഴ്സ് മീനിങ്സ് ആയിട്ട് തോന്നും. നമ്മൾ സബ്ജക്റ്റീവായിട്ട് ഓരോ കാര്യത്തിനെ ഡീൽ ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ പേഴ്സണൽ മീനിങ്സും പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. പിന്നെ സിമിലർലി പോയട്രിയിൽ ഉണ്ടാകുന്ന മീറ്ററിൻ്റെ ആ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, അതിന് നമ്മുടെ മൈൻഡിലൊരു ഇമ്പാക്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി 2 യൂസസ് ഓഫ് ലാംഗ്വേജ് ഏതൊക്കെയാണ് ഐ.എ. റിച്ചാർഡ്സിനെ സംബന്ധിച്ചിടത്തോളം? സയൻറ്റിഫിക് ആൻഡ് ഇമോട്ടീവ് യൂസ് ഓഫ് ലാംഗ്വേജ്. 2 യൂസ് ഓഫ് ലാംഗ്വേജിൽ ഐ.എ. റിച്ചാർഡ്സൺ ഒരു കൈൻഡ് ഓഫ് ഡിസ്റ്റിങ്ഷൻ മേക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ സയൻറ്റിഫിക് യൂസ് ഓഫ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഒരു കാര്യം സത്യമാണോ അല്ലയോ, ട്രൂ ഓർ ഫോൾസ്, അതാണ് സയൻറ്റിഫിക് യൂസ് ഓഫ് ലാംഗ്വേജ്. ഇമോഷണൽ ആയിട്ട് നമ്മൾ ആ ലാംഗ്വേജിനെ യൂസ് ചെയ്യുമ്പോൾ അതാണ് ഇമോട്ടീവ് യൂസ് ഓഫ് ലാംഗ്വേജ് എന്ന് പറഞ്ഞത്. അതായത് ഇമോഷൻ്റെ എത്രമാത്രം ഇമോഷൻ നമുക്ക് ഇമ്പാക്റ്റഡ് ആയിട്ട് കിട്ടുന്നുണ്ട്, ഇമോഷൻ ക്രിയേറ്റ് ചെയ്യുന്ന എഫക്റ്റുകൾ എന്തൊക്കെയാണ്, അതാണ് ഇമോട്ടീവ് യൂസ് ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. പിന്നെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മീനിങ് ഉണ്ട്. ഐ.എ. റിച്ചാർഡ്സൻ്റെ 4 കൈൻഡ്സ് ഓഫ് മീനിങ്. റിച്ചാർഡ്സൺ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുന്നുണ്ട് 4 കൈൻഡ് ഓഫ് മീനിങ്. അതിന് 4 ആസ്പെക്റ്റ് പോലെയാണ് ഇദ്ദേഹം പറയുന്നത്: സെൻസ്, ഫീലിംഗ്, ടോണ്, ഇൻറ്റൻഷൻ. നമ്മളിപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ, അതായത് നമ്മൾ ഇപ്പം സെൻസ്, ഫീലിംഗ്, ടോൺ ആൻഡ് ഇൻറ്റൻഷൻ എന്ന് പറയുന്നതാണ് 4 കൈൻഡ് ഓഫ് മീനിങ്. നമ്മളിപ്പോൾ ഒരു വർക്ക് ഓഫ് ആർട്ട് വായിക്കുമ്പോൾ നമുക്ക് 4 കൈൻഡ് ഓഫ് മീനിങ്സ് ആണ് കിട്ടുന്നത്. ആദ്യത്തെ സെൻസ് എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത്, ഇപ്പം സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ലിറ്ററൽ ആയിട്ടുള്ള മീനിങ്, ആ വേർഡ്സിൻ്റെ ഡയറക്റ്റ് ഡിക്ഷണറി ഡെഫിനിഷൻ, അതാണ് സെൻസ് എന്ന് പറയുന്നത്. അതായത് ആക്ച്വൽ കണ്ടൻറ്റ്, ആക്ച്വൽ സെൻസിലുള്ള മീനിങ്. ഫീലിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഇമോഷണൽ ടോൺ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ സ്പീക്കർ അല്ലെങ്കിൽ റൈറ്റർ, ഹൗ ദ ലാംഗ്വേജ് എക്സ്പ്രസസ് സ്പീക്കറിൻ്റെ ഇമോഷണൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇമോഷണൽ മൂഡ്. ഓക്കെ. ടോൺ എന്ന് പറയുമ്പോൾ എന്തുവാണ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സ്പീക്കർ ഓർ റൈറ്റർ, അല്ലെങ്കിൽ സ്പീക്കറും ഓഡിയൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതാണ് ടോൺ എന്ന് പറയുന്നത്. അത് ഫോർമൽ ആവാം, ഇൻഫോർമൽ ആവാം, സീരിയസ് ടോൺ ആവാം, ഹ്യൂമറസ് ടോൺ ആവാം, റെസ്പെക്റ്റബിൾ ആവാം, അല്ലെങ്കിൽ റെസ്പെക്ട്ഫുൾ ആവാം, അല്ലെങ്കിൽ എന്താ പറയുക കണ്ടസെൻറ്റിങ്ങും ആവാം. ഓക്കെ. ഇനി ഇൻറ്റൻഷൻ എന്ന് വെച്ചാൽ പേർപ്പസ് ഓഫ് ദി കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഫങ്ഷൻ ഓഫ് ദി കമ്മ്യൂണിക്കേഷൻ. സ്പീക്കർ, റൈറ്റർ എന്തിനാണ് ഇത് എഴുതുന്നത്, അതിൻ്റെ ഇൻറ്റൻഷൻ എന്താണ്, എൻ്റർടൈൻ ചെയ്യാനാണോ, ഇൻസ്ട്രക്റ്റ് ചെയ്യാനാണോ, പ്രൊവോക്ക് ചെയ്യാനാണോ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്.
ഓക്കെ, അതാണ് 4 കൈൻഡ്സ് ഓഫ് മീനിങ് എന്ന് പറയുന്നത്. പോയട്രി എന്ന് പറയുന്നത് എന്താണ്? പോയട്രിക്കകത്ത് എന്തായിരിക്കും നിൽക്കുന്നത്? ഇമോഷൻസ് ഒക്കെ ആയിരിക്കും നിൽക്കുന്നത്. നമ്മൾ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സെൻസ് വേണം പ്രീഡോമിനൻ്റ് ആയിട്ട് നിൽക്കാൻ, അല്ലേ? അങ്ങനെ. അപ്പം ഇതാണ് 4 കൈൻഡ്സ് ഓഫ് മീനിങ്, അല്ലെങ്കിൽ 4 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മീനിങ് ബൈ ഐ റിച്ചർഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് പോയട്രി ഗുഡ് അല്ലെങ്കിൽ ഗുഡോ ബാഡോ ആകട്ടെ, അത് നമ്മുടെ ഇമ്പൾസസിനെ എല്ലാം ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയുള്ളതായിരിക്കണം. അതുപോലെ തന്നെ ടി.എസ്. ഇലിയറ്റും ഐ റിച്ചാർഡ്സുമാണ് ശരിക്കും പറഞ്ഞാൽ ന്യൂ ക്രിറ്റിസിസം എന്നുള്ള മൂവ്മെൻറ്റിൻ്റെ പൈനിയേഴ്സ് എന്ന് പറയുന്നത്. ഐ റിച്ചാർഡ്സൺ തിയറട്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. പിന്നെ ഐ റിച്ചാർഡ്സൺസ് ആണ് ശരിക്കും പറഞ്ഞാൽ പിന്നെ എന്താണ് ഈ ന്യൂ ക്രിറ്റിസിസം എന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെ കൊണ്ടുവന്നത്. അതുവഴി ടി.എസ്. ഇലിയറ്റും കണക്റ്റഡ് ആയിട്ട് വന്നു. പിന്നെ ന്യൂ ക്രിറ്റിസിസം എന്നുള്ളത് ഒരു ലിറ്ററി ക്രിറ്റിസിസം ആയിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.